ഹായ് ഫ്രണ്ട്സ്. കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ക്രാഷ് കോഴ്സാണ്. ഇന്ന് ഭൂമിശാസ്ത്രമാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അതേ സിലബസിലുള്ള 9 ചോദ്യപേപ്പറുകൾ 2024-25 നടന്ന LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെയുള്ള ചോദ്യപേപ്പറുകളെ അടിസ്ഥാനമാക്കി ഓരോ വിഷയങ്ങൾ 2 ദിവസം കൂടുമ്പോൾ. ചരിത്രം കഴിഞ്ഞു, ഇന്ന് ജോഗ്രഫിയാണ്. ഇന്ന് ആ ചോദ്യപേപ്പറിലെ 45-ലധികം വരുന്ന ചോദ്യങ്ങൾ, മൊത്തം ഒരു 50 എണ്ണം ഉണ്ട്. അത് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ചെയ്യും. എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ കിട്ടും. പിന്നീട് അതിൽ നിന്നുള്ള ഒരു എക്സാമും കിട്ടും. അപ്പം ആദ്യം ക്ലാസ് തരും, പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് തരും, പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ തരും. അത് കഴിഞ്ഞ് എക്സാമും ആവുമ്പോൾ ആ എക്സാമിന് നിങ്ങൾക്ക് പെർഫോമൻസ് അനാലിസിസ് അവിടെ ആപ്പിൽ ഉണ്ടായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് പിറകോട്ട് അതൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഭൂമിശാസ്ത്രം നമുക്ക് 50 ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാം. ആദ്യം നമുക്ക് ഒരു ചോദ്യപേപ്പറിലെ 5 ചോദ്യങ്ങൾ. ഇപ്പം ചോദ്യങ്ങൾ വിശകലനം ചെയ്താൽ ഭൂമിശാസ്ത്രത്തിന് ഈ 10th ലെവൽ മെയിൻസിന് പരീക്ഷയ്ക്ക് അതിന് അതേ സിലബസാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വരാൻ പോകുന്നത്. 5 മാർക്കാണ്. പക്ഷേ പലപ്പോഴും 5 മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ 6 മാർക്കും ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് മറ്റുള്ള ചോദ്യപേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണ് 50 എണ്ണം ആയത്. 9 ചോദ്യപേപ്പർ എന്ന്, അല്ലെങ്കിൽ 45 എണ്ണം അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഭൗതിക ഭൂമിശാസ്ത്രം ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഈ ചോദ്യപേപ്പർ, ഇപ്പറൊറ്റ ചോദ്യപേപ്പറാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കി 8 ചോദ്യപേപ്പറുകളിലേക്ക് നമുക്ക് പോവാം. ഈ ചോദ്യപേപ്പറിൽ നിന്ന് വന്ന ചോദ്യ വിശകലനം നടക്കുകയാണെങ്കിൽ പ്രാദേശികവാദങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നു, ശിലകൾ ചോദിക്കുന്നു, തീരദേശ ഭൂരൂപങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഭൂരൂപങ്ങളെക്കുറിച്ച് ഈ ഒരൊറ്റ ചോദ്യപേപ്പറിൽ 2 ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ, ആ 2 എണ്ണം, ഒന്ന് തീരദേശത്തിലെ ഭൂരൂപവും മറ്റൊന്ന് മരുഭൂമിയിലെ ഭൂരൂപവും ഉണ്ടായിരുന്നു. ഈ ചോദ്യങ്ങളെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുക SCERT ടെക്സ്റ്റ് ബുക്കും PYQവിൽ നിന്നുമാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഭൂമിശാസ്ത്രം എന്ന ഭാഗത്ത് നിന്ന് ഏതൊക്കെയാണ് വിവിധ ഭൂരൂപങ്ങൾ, ശിലകൾ, വാതകങ്ങൾ, കാറ്റുകൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ 7ാമത്തെ ചോദ്യമായിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ. ബാക്കി 6 ചോദ്യങ്ങൾ ഹിസ്റ്ററി ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞു. പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത് ആ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ കാറ്റ്, വാദം എന്ന് പറഞ്ഞാൽ കാറ്റ്, പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. നോക്കുമ്പോൾ തന്നെ അറിയാം. ചിനൂക്ക് ഒന്ന് പഠിച്ചു പോയവർക്കറിയാം, ചിനൂക്കും ലൂവും ഹർമാറ്റനും പ്രാദേശികവാദങ്ങളാണ്. എന്താ പ്രാദേശികവാദം നമുക്ക് പഠിക്കാം. എന്നാൽ അത് ചക്രവാദം പ്രാദേശികവാദമല്ല. ഇപ്പം ചുഴലിക്കാറ്റുകൾ, ചക്രവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്ലോണുകളെ ചുഴലിക്കാറ്റുകൾ എന്ന് പറയാം. അതൊരു വലിയ പ്രദേശത്താണ് ഉണ്ടാവുക. എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അത് പോവുക. അതുകൊണ്ടാണ് ചക്രവാതങ്ങൾ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ഒരു വലിയ പ്രദേശത്താണ് ചുഴലിക്കാറ്റുകൾ ഉണ്ടാവുക. എന്നാൽ പ്രാദേശികവാദങ്ങൾ ചെറിയ പ്രദേശത്ത് മാത്രമാണ്. അപ്പോൾ ചുഴലിക്കാറ്റ് വലിയ പ്രദേശം, പ്രാദേശികവാദങ്ങളോ ചെറിയ പ്രദേശത്ത്. ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവും ഏതിൽ? നമ്മുടെ ചുഴലിക്കാറ്റിൽ, സൈക്ലോണിൽ, അല്ലേ? അതുപോലെ തന്നെ പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് അതേസമയം പ്രാദേശികവാദങ്ങളുടെ കാരണം. നിങ്ങൾക്കറിയാമല്ലോ, വാദം എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റ് എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ എന്ത് ചലനമാണ്? തിരശ്ചീനമായ ചലനമാണ്. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് വായുവിൻ്റെ തിരശ്ചീനമായ ചലനം. അത് എന്തുകൊണ്ടാണ് തിരശ്ചീനമായി അങ്ങനെ വായു ചലിക്കുന്നത്? മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കാണ് എന്ത് ചെയ്യുക? വായു പോവുക. മർദ്ദം കൂടുന്നത് എന്തുകൊണ്ട് മർദ്ദം കുറയുന്നു? സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നല്ല ശക്തമായി പതിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ചൂട് പിടിച്ച് വായു ഉയരും. അപ്പോൾ അവിടുത്തെ വായുവിൻ്റെ മർദ്ദം കുറയും. അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എന്താ? ഭൗമോപരിതലത്തിൽ അന്തരീക്ഷത്തിലെ വായു ചെലുത്തുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വായു കുറഞ്ഞാൽ, ചൂട് പിടിച്ച് കുറവായാൽ അവിടെ അന്തരീക്ഷമർദ്ദം കുറഞ്ഞു.
അപ്പോൾ തണുത്ത പ്രദേശങ്ങളിൽ എത്തുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ ചൂട് പിടിച്ച് മുകളിലേക്ക് വരുന്ന വായു ആകാശത്തെത്തിയാൽ തണുത്ത് അത് എന്തു ചെയ്യും? രണ്ട് ഭാഗത്തേക്കുമായിട്ട് താഴ്ന്നിറങ്ങും. അപ്പോൾ അവിടെ വായു കൂടുതലാവും. അപ്പോൾ അവിടെ മർദ്ദം ഉണ്ടാവും. ആ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മർദ്ദം കുറവായ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വായു തിരശ്ചീനമായിട്ട് ഉയരുക. ഇങ്ങനെയുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത്. പ്രാദേശികമായ ഇത്തരം മർദ്ദവ്യതിയാനങ്ങളാണ് പ്രാദേശികവാദങ്ങൾക്ക് കാരണം. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത്, ചുഴലിക്കാറ്റ് പോലെയുള്ളവ അത് വലിയ പ്രദേശത്താണ്, കനത്ത നഷ്ടമുണ്ടാക്കും, കനത്ത മഴയുണ്ടാക്കും. ഹരിക്കെയിൻ, ടൈഫൂൺ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം, വേറൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട്. ഈ പ്രാദേശികവാദങ്ങൾ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അത് സ്ഥിരമായി അവിടെ വന്നുകൊണ്ടിരിക്കും. ഒരു കാലത്തിനനുസരിച്ച് അത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ള പ്രധാന പ്രാദേശികവാദങ്ങളെക്കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. അതിൽ നിന്ന് ചോദ്യവും വരാറുണ്ട്. അങ്ങനത്തെ ഒരു കാറ്റാണ് ലൂ. ലൂ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. വേനൽക്കാലത്തെ ചൂടുള്ളതും വരണ്ടതുമായ കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അപ്പം ലൂ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന, എവിടെ വീശുന്ന? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ചൂടുള്ളതും വരണ്ടതുമായ കാറ്റിനെയാണ് നമ്മൾ ലൂ എന്ന് പറയുന്നത്. മാംഗോ ഷവർ എന്ന് പറഞ്ഞാൽ കേരളത്തിലും കർണാടകത്തിലും വീശുന്ന കാറ്റാണ്. മാങ്ങകൾ പാകമാകാൻ സഹായിക്കുന്ന മഴ കൊണ്ടുവരുന്ന കാറ്റ് കൂടിയാണിത്, മാംഗോ ഷവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഏതെല്ലാം? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും കർണാടകത്തിലുമാണ് മാംഗോ ഷവർ. ഇനി കാൽ ബൈശാഖി, പശ്ചിമ ബംഗാൾ. ഉച്ചയ്ക്ക് ശേഷം ഇടിയോട് കൂടിയ മഴയാണ്. ഈ മഴ കൊണ്ടുവരുന്നത് ഈ കാറ്റാണ്. ഉച്ചയ്ക്ക് ശേഷം ഇടിയോട് കൂടിയ മഴയാണ് ഈ കാറ്റിന് കാരണം. ഞാൻ ക്ലാസ്സിലാണ്, തിരിച്ചു വിളിക്കും. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രാദേശികവാദങ്ങളുണ്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിനൂക്കാണ്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ റോക്കി പർവ്വത നിരകളിൽ വീശുന്ന കാറ്റാണ്. റോക്കി പർവ്വത നിരകളിൽ വീശുന്ന മഞ്ഞു തിന്നുന്നവൻ, ചൂടുള്ള കാറ്റ് എന്നൊക്കെയാണ് ചിനൂക്കിന് അർത്ഥം. അപ്പോൾ റോക്കി പർവ്വത നിരകളിലാണ് ചിനൂക്ക് വീശുന്നത്. മഞ്ഞു തിന്നുന്നവൻ, ചൂടുള്ള കാറ്റ്. ചൂട് നല്ലോണമെങ്കിൽ മഞ്ഞ് തിന്നല്ലേ, മഞ്ഞ് ഒലിച്ചു ഉരുകിപ്പോകും, ആണ് ചിനൂക്ക് എന്ന് പറയുന്നത്. മറ്റൊരു കാറ്റാണ് ഹർമാറ്റൻ. ഹർമാറ്റൻ വീശുന്നത് പശ്ചിമ ആഫ്രിക്കയിലാണ്. പശ്ചിമ ആഫ്രിക്കയിൽ ഡോക്ടർ എന്ന പേരുള്ള കാറ്റാണ് ഈ ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഫോൺ എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വത നിരകളിലുള്ള ചൂടുള്ള കാറ്റാണ്. സോ ഈ കാറ്റുകൾ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിരന്തരമായി പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്നതാണ്. ഇവിടെ നോക്കണം, നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ താഴെ തന്നിരിക്കുന്നവയിൽ പ്രാദേശികവാദമല്ലാത്തത്. നോക്കൂ, തന്ന ഉദാഹരണം ചിനൂക്ക്, ലൂ, ഹർമാറ്റൻ. അതിൽ നമുക്കറിയാം ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നു, പ്രാദേശികവാദമാണ്, ഉഷ്ണക്കാറ്റാണ്. മാംഗോ ഷവർ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും കർണാടകത്തിലും വീശുന്നു, മാങ്ങകൾ പാകമാകാൻ സഹായിക്കുന്ന മഴയാണത്, മഴയോടുകൂടിയ കാറ്റാണ്. കാൽബൈശാഖി പശ്ചിമ ബംഗാളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയാണ് കാൽബൈശാഖി പശ്ചിമ ബംഗാളിൽ. ഇപ്പൊ ഇന്ത്യയിലുള്ള 3 കാറ്റുകൾ, അതിൽ ദക്ഷിണേന്ത്യയിൽ ആരുണ്ട്? ദക്ഷിണേന്ത്യയിലെ ചങ്ങാതിയുടെ പേര് എളുപ്പം, മാംഗോ ഷവർ. കർണാടകത്തിലും കേരളത്തിലും മാങ്ങകൾ പഴുക്കാൻ സഹായിക്കുന്ന മാംഗോ, മഴ, മാങ്ങ പെയ്തു വീഴുന്ന കാറ്റ്. മറ്റ് 2 ഒന്ന് ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ അവിടെ ലൂ ആണ്. മറ്റൊരു കാറ്റുള്ളത് പശ്ചിമ ബംഗാളിലാണ്. ആ ബംഗാളിലെ ബൈശാഖി എന്നോർത്ത് വെച്ചാൽ മതി, കാൽ ബൈശാഖി. കാൽ എന്ന് പറഞ്ഞാൽ കറുത്ത. അപ്പോൾ അത്രയും ശക്തമായ ഇടിയോടുകൂടിയ ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ബംഗാളിൽ ബൈശാഖി, അതുപോലെ തന്നെ കേരളത്തിലും കർണാടകത്തിലും മാംഗോ ഷവർ. അതേസമയം എവിടെയാണെങ്കിൽ, അത് ഉത്തരേന്ത്യയിൽ ആണെങ്കിൽ അത് ചൂടുള്ള വരണ്ട കാറ്റ്, അതിന് പറയുന്ന പേര് ലൂ എന്നാണ്. ഇനി
SCERT ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന അടുത്ത ഭാഗം ഏതാ? അത് ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൺ. മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അവിടെ ചിനൂക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ, റോക്കി പർവ്വതനിരകളാണ്. ആള് ഫുള്ള് റോക്കാണെന്ന് പറയില്ലേ? ആള് ഭയങ്കര റോക്കാണെന്ന് പറയും അല്ലേ? അപ്പോ അതുപോലെ നമുക്കിവിടെ പറയാം ചിനൂക്ക്. ഇപ്പോ റോക്ക് എന്ന് പറഞ്ഞ ഒരു എന്താണ്? ഒരു ശിലയാണ്. അപ്പൊ നല്ല ശില പോലെ ഉറച്ചു നിൽക്കുന്ന ഊക്കുള്ള ആളാണ് ചിനൂക്ക് റോക്ക്. കണ്ടുവോ? അവിടെ കിട്ടി. മഞ്ഞ് തിന്നുന്നവൻ നല്ല ചൂടനാണ്. ഹർമാറ്റൻ. ഹർമാറ്റൻ എന്ന് പറഞ്ഞാൽ പശ്ചിമ ആഫ്രിക്കയിലാണ്. ഡോക്ടർ വിൻഡ്, ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റാണ്. വരണ്ട കാറ്റ് തന്നെയാണ് ആരും ഹർമാറ്റനും. അപ്പൊ ഹർമാറ്റൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഓർക്കുക? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡോക്ടർ എവിടെ ഉണ്ടാവുക? ഡോക്ടർ ഹോസ്പിറ്റലിലാണ് ഉണ്ടാവുക അല്ലേ? ഹോസ്പിറ്റലിലുള്ള ഒരാളാണ് നഴ്സ്. സാധാരണയായി പണ്ടൊക്കെ മെയിൽ നഴ്സ് ഇല്ല, സ്ത്രീകളാണ് നഴ്സ് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അധികവും. മാട്രൺ എന്ന് പറയുമ്പോഴും നിങ്ങൾ പലപ്പോഴും നോക്കിയിട്ടുണ്ടോ അത് ഫീമെയിൽ ആയിരിക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡോക്ടർ, നഴ്സ്, മാട്രൺ. അപ്പൊ നമുക്ക് ഹർമാറ്റൻ അവിടെ കിട്ടും. മറ്റൊരു കണക്ഷൻ ഫോണാണ്. ആൽപ്സ് പർവ്വത നിരകൾ, ചൂടുള്ള കാറ്റ്. നോക്കൂ, നമ്മുടെ കുട്ടികൾ ഇപ്പൊ പുറത്തിറങ്ങുന്നില്ല. ഇറങ്ങിയാൽ തന്നെ അവർ ചൂടൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ആലിന്റെ ചോട്ട് പോയിരിക്കും എന്ന് വിചാരിക്കുക. ആലിന്റെ ചോട്ട് പോയാലും അവരുടെ കയ്യിൽ എന്തായിരിക്കും? ഫോണായിരിക്കും. ആൽപ്സ്, ഫോണ്. ഫോൺ എന്നാണ് ശരിക്കും, ഫോൺ എന്നാണ്, ഫോൺ അല്ല കേട്ടോ, ഫോൺ എന്നാണ്, ചൂടുള്ള കാറ്റാണ്. മറ്റൊരു ചോദ്യം ആഗ്നേയശിലകളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ 8ാമത്തെ ചോദ്യം എന്താ വന്നത്? ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ആഗ്നേയശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കും. പറയാം എന്താ കാരണമെന്ന്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. നമുക്ക് നോക്കാം. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. അപ്പൊ ആഗ്നേയശിലയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ ആഗ്നേയശിലയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞത്? ആഗ്നേയശില എന്ന് പറഞ്ഞാൽ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ശരിയാണ്. മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലയിൽ നിന്നുണ്ടായതാ. എങ്ങനെയാണ് ആഗ്നേയശില ഉണ്ടാവുന്നത്? ആഗ്നേയത്തിൽ അഗ്നി ഉണ്ട് എന്നോർക്കുക. അഗ്നി വരുമ്പോൾ അഗ്നിപർവ്വതത്തെ ഓർക്കുക. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ അതിലെ ലാവ പുറത്ത് ഇറങ്ങി അതുറച്ചും ആഗ്നേയശില ഉണ്ടാവും. എന്നാൽ ഭൂമിയുടെ ഉള്ളിൽ അവിടെയും മാഗ്മ തണുത്തുറഞ്ഞ് ആഗ്നേയശില ഉണ്ടാവും. അപ്പൊ ഭൂമിയുടെ ഉള്ളിലും പുറത്തും ആഗ്നേയശില ഉണ്ടാവും. രണ്ടും ഉണ്ടാകുന്നത് ലാവ തണുത്തുറഞ്ഞാണ്. ലാവ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിൽ ഉരുകി തിളയ്ക്കുന്ന ശിലകൾ തന്നെയാണ്. ആ ശിലകളാണ് അതിമർദ്ദം കാരണം ദുർബലമായ മേഖലകളിലൂടെ അഗ്നിപർവ്വത സ്ഫോടനമായിട്ട് ഉണ്ടാവുന്നത്. അവിടെ അഗ്നിയുണ്ട്. ആ അഗ്നി എന്തിയുടെ പ്രത്യേകതയാണ്? മാഗ്മയുടെ പ്രത്യേകതയാണ്. അത്രയും ചൂട്, തിളച്ചു പൊന്തുന്ന ചൂട്, അവിടെയാണ് ആഗ്നേയശില. ആ ആഗ്നേയശിലയിൽ നിന്നാണ് മറ്റെല്ലാ ശിലകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ പ്രാഥമിക ശില എന്ന് വിളിക്കും. ശരിയാണ്. ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. യെസ്, ഡെക്കാൻ പീഠഭൂമിയിലാണ് നമ്മൾ ബസാൾട്ട് കാണപ്പെടുന്നത്. ആ ബസാൾട്ട് അവിടുത്തെ അഗ്നിപർവ്വതത്തിൽ നിന്നും, പണ്ടുണ്ടായിരുന്ന അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഉള്ള ലാവ എന്ന് പറഞ്ഞാൽ ഈ മാഗ്മ പുറത്തേക്ക് വരുന്നത്, ആ ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. അത് പൊടിഞ്ഞിട്ടാണ്, കാലാന്തരത്തിൽ അത് പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടായി മാറുന്നു? അവിടെ കറുത്ത മണ്ണുണ്ടായത്. ആ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് വളരെ പ്രയോജനകരമായ കാര്യമാണ്. പരുത്തി കൃഷിയെ ആലോചിക്കുമ്പോൾ അത് ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് മാത്രമല്ല. കേരളത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പാലക്കാട് ചിറ്റൂർ താലൂക്കിലും നമ്മൾ എന്ത് കാണും? കറുത്ത മണ്ണ് കാണും. അപ്പൊ ബസാൾട്ട്, കറുത്ത മണ്ണ്, പരുത്തി കൃഷിക്ക് അനുയോജ്യം. ഡെക്കാൻ പീഠഭൂമി കേരളത്തിലെത്തുമ്പോൾ അത് ചിറ്റൂര്, പാലക്കാട്, അവിടെയും കറുത്ത മണ്ണുണ്ട്, പരുത്തി കൃഷിക്ക് അനുയോജ്യം. ഒപ്പം ഓർക്കേണ്ടതാണ്, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ചിറ്റൂരിലേക്ക് പോകണ്ട, നേരെ വയനാട്ടിലേക്ക് കയറി പിടിച്ചാൽ മതി. വയനാടാണ് എന്തിന് ഉദാഹരണം? ഡെക്കാൻ പീഠഭൂമിക്ക് ഭാഗമായ കേരളത്തിലെ പ്രദേശത്തിൻ്റെ ഉദാഹരണം.
സോ ഈ ശിലകൾ കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കേരളത്തിൽ ഈ ശിലയല്ല, കായാന്തരിത ശിലകൾ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. മാഗ്മ ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നു. മാഗ്മയും ലാവയും തണുത്തുറഞ്ഞാണ് രൂപപ്പെടുന്നത്. അപ്പോ നിങ്ങൾ ഓർക്കേണ്ടത് ഈ മാഗ്മ അഥവാ ലാവ തണുത്തുറഞ്ഞാണ് ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത്. മാഗ്മ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ഉരുകിത്തളിക്കുന്ന ശിലാദ്രവം തന്നെയാണ്. അത് പുറത്തേക്ക് വരുമ്പോഴാണ് അതിനെ ലാവ എന്ന് പറയുന്നത്. അത് ഉള്ളിൽ വെച്ച് തണുത്ത് എന്തുണ്ടാവും? ആഗ്നേയശില ഉണ്ടാവും. പുറത്ത് വെച്ച് തണുത്തും ആഗ്നേയശില ഉണ്ടാവും. ബസാൾട്ട് അതിന് ഒരു ഉദാഹരണമാണ്. ഭൂമിക്കുള്ളിലും പുറത്തും രൂപം കൊള്ളുന്നു. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. ശിലകളുടെ വിഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ SCERT ബുക്കിൽ പ്രാഥമിക ശിലകൾ, മാഗ്മ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നു, ഉദാഹരണം ബസാൾട്ട്. ഈ ആഗ്നേയ ശിലകൾ തന്നെ പിന്നീട് അവസാദ ശിലകളായിട്ട് മാറും. ഒട്ടനവധി ഭൂരൂപ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി ഒട്ടനവധി കാലാവസ്ഥകളുടെ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെയൊക്കെ ഭാഗമായി അവസാദ ശിലകൾ രൂപപ്പെടും. അത് ആഗ്നേയ ശിലകളിൽ നിന്നാണ്. അത് അടുക്ക് ശിലകൾ പാളികളായി രൂപപ്പെടുന്നു. അങ്ങനെയുള്ള അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. അപ്പൊ അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ ഈ ആഗ്നേയ ശിലകളുടെ അവസാദങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. അത് അവയ്ക്ക് ക്ഷയം സംഭവിച്ചിട്ടാണ്. അത്രമാത്രം ഓർത്തു വെക്കുക ഇപ്പൊ തൽക്കാലം. കാരണം നമുക്ക് എല്ലാറ്റിലൂടെയും കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ വിശദമായി പോകുന്നില്ല. അവസാദ ശിലകൾ അങ്ങനെ അടുക്ക് ശിലകളായിട്ട് രൂപപ്പെടും. അതിന് ഉദാഹരണമാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. മണല് ചുണ്ണാമ്പുകല്ല് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര ഉറപ്പില്ല എന്ന് അങ്ങനെ വിചാരിക്കണ്ട. അതിൻ്റെയൊക്കെ രൂപങ്ങളെക്കുറിച്ച് ഭൂമിശാസ്ത്രത്തിൽ 9ാം ക്ലാസ്സിലെ പാഠത്തിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ ഉണ്ട്. സമയമുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കാണുക. അപ്പൊ മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും ഇതിന്റെ അവശിഷ്ടത്തിന് പൊടിഞ്ഞുണ്ടാവുന്ന അവശിഷ്ടത്തിന് ഉണ്ടാവുകയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതിനത്ര ബലമില്ല. അപ്പൊ മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് ഞാൻ പറയുന്നത് ഓർക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യവുമായി അതിന് വലിയ ബന്ധമില്ല. ഓക്കെ. അവസാദ ശില ഉണ്ടാവുന്നത് ആഗ്നേയ ശിലകളിൽ നിന്നാണ്. അപരദനം മൂലം, പല കാരണങ്ങളും മൂലം അത് പൊടിഞ്ഞുണ്ടാകുന്ന, പിന്നീട് അത് അടുക്കുകളായിട്ട്, അതിങ്ങനെ പൊടിഞ്ഞ് അടുക്കുകളായിട്ട് രൂപപ്പെട്ടാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത്. അവസാദ ശിലകൾ ആഗ്നേയ ശിലകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആഗ്നേയ ശിലകൾക്ക് നമ്മളൊരു ഉദാഹരണം കണ്ടു, ബസാൾട്ടാണ്. എന്നാൽ അവസാദ ശിലകൾക്ക് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലുമാണ്. എന്നാൽ കായാന്തരിത ശിലകൾ ഉയർന്ന മർദ്ദം കൊണ്ടും താപം കൊണ്ടുമാണ് രൂപപ്പെടുന്നത്. ആഗ്നേയ ശിലകൾക്ക് ഉയർന്ന മർദ്ദവും താപവും കാരണം. ഉയർന്ന മർദ്ദം കൊണ്ടും താപവും കാരണം. നോക്കൂ, താപം എന്തിനെയൊക്കെ മാറ്റും. ഇപ്പൊ വിറകിന് തീ പിടിച്ചാൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു ഭൗതിക പരിണാമം നടക്കുന്ന ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് വെണ്ണീറായിട്ട് മാറും ഇല്ലേ. ഇപ്പൊ മർദ്ദവും താപവും സാധനങ്ങളെ മാറ്റിക്കളയും. നമ്മുടെ ആഗ്നേയ ശിലകൾക്ക് തന്നെ അതികഠിനമായ മർദ്ദവും താപവും കാരണം ആണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. എന്നിട്ട് അവ രൂപം മാറിയിട്ടാണ് കായാന്തരിത ശിലകൾ. അതിന് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും. ഇപ്പൊ കായാന്തരിത ശിലകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഉയർന്ന മർദ്ദവും താപവും എന്നാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കായുക എന്ന് പറഞ്ഞാൽ ചൂടേൽക്കുക എന്നാണ് അർത്ഥം. തീ കായുക എന്ന് പറയും. ഉയർന്ന മർദ്ദം താപം എന്നുള്ളവർ തന്നെ കായുക എന്നുള്ളതുണ്ട്. അപ്പൊ ആ കായാൻ അത് ഒരർത്ഥമില്ല, ഞാൻ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പൊ കായാന്തരിത ശില എന്ന് പറഞ്ഞാൽ ആഗ്നേയ ശിലകൾക്ക് ഉയർന്ന മർദ്ദവും താപവും, അത് അവസാദ ശിലകളും ആവാം, അത് കാരണം രൂപാന്തരം സംഭവിക്കുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും. ശിലാചക്രം, ശിലകൾ അവ രൂപപ്പെട്ട അവസ്ഥയിൽ തന്നെ എല്ലാ കാലത്തും തുടരുന്നില്ല. കാലാന്തരത്തിൽ പല മാറ്റങ്ങൾക്കും അവ മാറ്റം സംഭവിക്കുന്നു. ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരം സംഭവിക്കുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. ഇപ്പോൾ എന്താണ് കായാന്തരിത ശില? മാർബിളും സ്ലേറ്റും ഉണ്ട് അതിൽ. എന്താണ് ആഗ്നേയ ശില? അതിൽ ബസാൾട്ട് ഉണ്ട്. എന്താണ് അവസാദ ശില? അത് ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. 3 തരത്തിലുള്ള ശിലകൾ. മറ്റൊന്ന് ഭൂരൂപങ്ങളാണ്. നിരവധി കാലാവസ്ഥ ഘടകങ്ങൾക്ക് വിധേയമായി
ഇപ്പം മഴ കാരണം, അല്ലെങ്കിൽ നിരവധി ശക്തികൾക്ക് കാരണമായി, ഭൂരൂപീകരണ ശക്തികൾക്ക് വിധേയമായി ഓരോ തരത്തിലുള്ള രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ മിയാൻഡർ തടാകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലയമുള്ള തടാകങ്ങളാണ്. അത് നദി ചെയ്യുന്ന വിക്രസം. നദിയിലെ വെള്ളം, ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഭൂരൂപീകരണത്തിന് സഹായകമാകുന്ന ഒരു ഘടകമാണ്. കാറ്റ് ഇങ്ങനെ വന്ന് കോടാനുകോടി വർഷങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണൊക്കെ അങ്ങനെ ഇടിഞ്ഞ് അതിന് ഓരോ രൂപങ്ങൾ വരും. തിരമാല ഒരു ഭൂരൂപീകരണ സാധനമാണ്. അപ്പം അവിടെ ഒരു പാറുണ്ടെങ്കിൽ ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പല രൂപങ്ങളും വരും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പം ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട രൂപമാണ്. ഇതൊരു ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. അപ്പം പലപ്പോഴും ക്ലിഫ് എന്നൊക്കെ കേട്ടാൽ ശിലയാണോ കൊടുമുടിയാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. അല്ല, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. അതുകൊണ്ട് തന്നെ കടൽ തീരത്താണ് ഈ ക്ലിഫുകൾ കാണുക. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. അതുമല്ല, കടൽ തീര ക്ലിഫുകൾ എന്ന് പറഞ്ഞാൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ്. തിരമാലയാണ് അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഉറച്ച വലിയൊരു പാറയായിരുന്നു. തിരമാല അടിച്ച് അത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളായിട്ട് മാറി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലിഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിഫുകൾ എന്ന് പറഞ്ഞാൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലിഫുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആവുക. തിരമാലകളുടെ അപരദന ഫലമായി രൂപപ്പെടുന്നു. അപരദനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ നദികളിൽ അപരദനം നടക്കുന്നുണ്ട്. നദികളിൽ അപരദനം എന്ന് പറഞ്ഞാൽ നദികൾ ഒഴുകി വരുമ്പോൾ അത് ഈ പാറകളിലൊക്കെ ഉരസി അതിലുള്ള അവസാദങ്ങളെ, അതിലെ പൊടിഞ്ഞ കല്ലും കട്ടയും ഒക്കെ തന്നെ അതങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടും. പിന്നെയാണ് അപരദനം എന്ന് പറയാം. ഇത് തിരമാല ചെയ്യും, കാറ്റ് ചെയ്യും, ഇവരെല്ലാവരും ചെയ്യും. അപ്പോൾ അപരദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ക്ഷയിപ്പിക്കുകയും അതിൻ്റെ പൊടിയും മണ്ണൊക്കെ കൂടി വേറൊരു സ്ഥലത്ത് കൊണ്ടിടുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് അവസാദങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുന്നത് നിക്ഷേപിക്കുമ്പോഴാണ് അതിനെ നിക്ഷേപണം എന്ന് പറയാം. ഒരു നദിയുടെ തുടക്കഘട്ടത്തിൽ, പ്രാരംഭഘട്ടത്തിൽ അപരദനം കൂടുതലായിരിക്കും. കാരണം നദി ഇങ്ങനെ ശൂച്ചിട്ട് കുത്തനം കണ്ട് വരിക ചെയ്യുക. അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിന് നല്ല ശക്തി ഉണ്ടായിരിക്കും. അത് അപരദന പ്രക്രിയ നടത്തും. എന്നിട്ട് അതെന്ത് ചെയ്യും? അത് സമതലങ്ങളിൽ എത്തുമ്പോൾ നദികൾ പരന്നൊഴുകും, അതിൻ്റെ ഒഴുക്ക് കുറയും. അപ്പോൾ ഈ ഒഴുക്കിക്കൊണ്ടുവന്ന അവസാദങ്ങളെ നദി അതിൻ്റെ തീരപ്രദേശങ്ങളിലോ അതല്ലെങ്കിൽ നദീമുഖത്തോ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അപ്പോൾ നദിയുടെ അവസാന ഘട്ടം അഥവാ കീഴ്ഘട്ടത്തിലാണ് എന്ത് രൂപപ്പെടുന്നത്? നിക്ഷേപങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത്. എന്നാൽ നദിയുടെ തുടക്കത്തിൽ അത് നദിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത് അപരദനം കാരണമാണ്. കാരണം നദിയുടെ പ്രാരംഭഘട്ടത്തിലും മധ്യഘട്ടത്തിലും അപരദനം സജീവമാകും. എന്നിട്ടത് സമതലത്തിലെത്തുമ്പോൾ അത് കുറയും അല്ലെങ്കിൽ ഇല്ലാതാവും. പിന്നെ അവിടെ നിക്ഷേപണമാണ് നടക്കുക. കടലിന് അഭിമുഖമായ കുന്നിൻ പ്രദേശം ഇടിഞ്ഞാണ് ഈ തിരമാലയും അങ്ങനെ അപരദനം നടത്തുന്ന ഒരാളാണ്. അഭിമുഖമായ കുന്നിൻ പ്രദേശം ഇടിഞ്ഞാണ് രൂപീകരണം. അതിനൊരു ഉദാഹരണമാണ് വർക്കല തീരത്തെ കാണുന്ന കടൽ തീര ക്ലിഫുകൾ. PSCക്ക് ചോദിക്കാം, SCERT ബുക്കിലുള്ളതാണ് ക്ലിഫുകൾക്ക് ഉദാഹരണം. ഇപ്പം ക്ലിഫുകൾ ഉണ്ടാകുന്നത് തിരമാലകൾ കൊണ്ടാണ്. ഇപ്പം തിരമാലകളുമായി ബന്ധപ്പെട്ടതാണ് ക്ലിഫ് എന്ന് പറയുന്നത്. എന്തെല്ലാം കടൽ തീര കുന്നുകളുണ്ട്? ഒന്ന് കടൽ തീര ക്ലിഫുകൾക്ക് ഉദാഹരണം ചെങ്കുത്തായ കുന്നുകൾ, ഉദാഹരണം വർക്കല. എന്നാൽ സ്തംഭങ്ങൾ, തൂണ് പോലെ, സ്റ്റാക്സ് എന്നും പറയൂട്ടോ. രണ്ട് പേരും എന്തിൽ തന്നിട്ടുണ്ട്? ജോഗ്രഫിയിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കണം. സ്തംഭങ്ങൾ അഥവാ സ്റ്റാക്സ് അതെന്ന് പറയുന്നത് തൂണ് പോലെ നിൽക്കുന്ന ഭാഗമാണ്. കേരളത്തിൽ അത് തലശ്ശേരിയിലും കണ്ണൂരും കാണാം. ബീച്ചുകൾ മണൽ നിക്ഷേപം മൂലം ഇങ്ങനെ കൊണ്ടുവരുന്ന മണലിനെ നിക്ഷേപിച്ചുണ്ടാകുന്നതാണ് ബീച്ചുകൾ. ഉദാഹരണം കോവളവും ചെറായിയുമാണ്. അപ്പൊ വിവിധ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന സഹായികളെയാണ് ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഒഴുകുന്ന ജലം, കാറ്റ്. ഹിമാനികൾ എന്ന് പറഞ്ഞാൽ ഒഴുകി നടക്കുന്ന മഞ്ഞുപാടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഹിമാനി, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധമുഖം എന്നറിയപ്പെടുന്ന സിയാച്ചിനാണ്. അപ്പോൾ അതിങ്ങനെ മലപ്പുറം ജില്ലയിനെക്കാട്ടിലും വലിയ ഒഴുകുന്ന മഞ്ഞുപാടാണത്.
ഹിമാനികൾ, തിരമാല, കാറ്റ്, ജലം ഒക്കെ ഭൂരൂപീകരണ സഹായികളാണ്. മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ, നമ്മളിപ്പോൾ തീരപ്രദേശങ്ങളിലെ ഭൂരൂപങ്ങൾ ക്ലിഫും ഒക്കെ പഠിച്ചു. മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ ഏതാ? അപവഹന ഗർത്തം, കൂൺശിലകൾ, ടെറായി, മണൽമേടുകൾ. മരുഭൂമിയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമാണ്. ഇതൊക്കെ മരുഭൂമിയിലുള്ളതാണ്. ആണോ? അപ്പൊ ടെറായി എന്താണ് നമുക്ക് നോക്കാം. അപവഹനകർത്തം, കൂൺശിലകൾ, മണൽമേടുകൾ. മണൽമേടുകൾ എന്ന് പറഞ്ഞാൽ ബർക്കനുകൾ എന്നും പറയും. മണൽമേടുകൾ എന്നിവയെല്ലാം കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. ഇവ പ്രധാനമായും മരുഭൂമികളിലാണ് കാണപ്പെടുക. ഏതൊക്കെ? അപവഹനഗർത്തം, അതുപോലെ തന്നെ കൂൺശിലകൾ, മണൽമേടുകൾ, ബർക്കനുകൾ. ഇതൊക്കെ കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. ഇവ പ്രധാനമായും മരുഭൂമികളിലൂടെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ടെറായി കാറ്റുമായി ബന്ധപ്പെട്ട രൂപമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂൺശിലകൾ എന്താ? ഓർത്തു വെച്ചോളൂ. അഥവാ കൂൺശിലകൾക്ക് ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ കണ്ടോ, കൂൺശിലകൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂൺശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റും മണൽത്തിരകളും ശിലകളിൽ ആഞ്ഞടിച്ച് കൂൺ രൂപത്തിൽ വരും. പിന്നെ ഇങ്ങനെ പരന്ന് തൊപ്പി പോലെ വരും. അതെന്താ വെച്ചാൽ അടിയിൽ വന്നിട്ടല്ലേ അടിക്കുക. അവിടെ മണലും കാറ്റും ഇങ്ങനെ സ്ഥിരമായിട്ട് അടിച്ച് അവിടെ ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ മുകളിലൊരു കുട പോലെയാവും. അതാണ് കൂണ്ടു ശിലകൾ എന്ന് പറയുന്നത്. ബർക്കനുകൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂലങ്ങളാണ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബർക്കനുകൾ കാണാം, അല്ലേ? ബർക്കനുകൾ എന്ന് പറഞ്ഞാൽ. അപവഹനവർത്തം എന്ന് പറഞ്ഞാൽ ഡിഫ്ലേഷൻ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാവുന്നതാണ് അപവഹനകർത്തം. അപ്പൊ ഡിഫ്ലേഷൻ പ്രക്രിയയുടെ ഫലമായി അപവഹനകർത്തം. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകൾ ബർക്കനുകൾ. കാറ്റും മണൽത്തരകളും ശിലകളിൽ ആഞ്ഞടിച്ച് രൂപം കൊള്ളുന്ന കൂൺ രൂപങ്ങൾ. ഇനി കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചായിരുന്നു 11ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറ്റ്യാടി കോഴിക്കോടാണ്, ശബരിഗിരി പത്തനംതിട്ടയാണ്, ഷോളയാർ തൃശ്ശൂരാണ്, കല്ലട കൊല്ലമാണ്. ഉത്തര പേപ്പറിൽ ആദ്യം തന്നത് ഉത്തരം ബി ആണ്. ശബരിഗിരി പത്തനംതിട്ടയിലല്ല എന്നുള്ളതാണ്. പക്ഷെ 3ഉം 4ഉം ശരിയാണ്. കുറ്റ്യാടി കോഴിക്കോടുള്ള ജലവൈദ്യുത പദ്ധതിയാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ്. ശബരിഗിരി പത്തനംതിട്ടയിലാണ്, ശബരിമല എന്നോർത്തു വെച്ചാൽ മതി. കുറ്റ്യാടി കോഴിക്കോടാണ് എന്ന് വിചാരിച്ചാൽ കോഴീനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഷോളയാർ തൃശ്ശൂരാണ്. ഇതൊക്കെ അവിടെ പോയവർക്കാണെങ്കിൽ അറിയാം. തൃശ്ശൂരിൽ എന്തുണ്ട്? ഒരു ഷൂ ഉണ്ട്. ആ ഷൂ കണ്ടാൽ ഒരു ഷാള് പോലല്ലേ, ഒരു ഷൂ പോലെയാണല്ലോ. ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒരു കെട്ടക്കെടില്ലേ, അല്ലേ? സാധാരണ സ്ത്രീകൾ ഒന്ന് കഴുത്തിലിടും, പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു കെട്ടിടും. അത് മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഒരു ഷാ പോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പൊ തൃശ്ശൂര് ആ ഷാള് എന്ന് ഓർത്തു വെച്ചാൽ മതി. കല്ലട കൊല്ലം, കല്ല കൊല്ല കണ്ടുവോ? അപ്പോ ഷോളയാർ തൃശ്ശൂരാണ്, ശബരിഗിരി പത്തനംതിട്ടയിലാണ്, പിന്നെ കുറ്റ്യാടി കോഴിക്കോട്. അപ്പൊ നല്ല എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. അപ്പൊ ചില കാര്യങ്ങൾ നോക്കണം. കുറ്റ്യാടി കോഴിക്കോടാണ്, ശബരിഗിരി പത്തനംതിട്ടയിലാണ്, ഷോളയാർ തൃശ്ശൂരാണ്, കല്ലട കൊല്ലമാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ ഓർക്കുമ്പോൾ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ പള്ളിവാസലാണ്. അത് ഇടുക്കി ജില്ലയിലാണ്. പള്ളിവാസൽ, അല്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കുക. ഇപ്പൊ നമുക്ക് പണ്ട് സ്കൂളിൽ നിന്ന് എന്താ പറയുന്നത്? പള്ളിക്കൂടം, അല്ലേ? ഇത് പള്ളിവാസൽ. ആദ്യം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കമ്മീഷൻ ചെയ്ത വർഷം നിങ്ങൾ ഓർക്കണം, 1940 മുതിരപ്പുഴയിലാണ്, പെരിയാറിന്റെ പോഷക നദിയാണ്. ഇതൊക്കെ ഓർക്കണം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസൽ, ഇടുക്കി ജില്ലയിലാണ്. കമ്മീഷൻ ചെയ്ത വർഷം 1940. നദി മുതിരപ്പുഴയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തോട് ഓർക്കേണ്ടത്, നദികൾ എവിടെയാണ് അധികവും ഒഴുകി വരുന്ന സ്ഥലം? അത് വനപ്രദേശങ്ങളിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? അതും ഇടുക്കിയാണ്, വനങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഏതാണ്? അതും ഇടുക്കിയാണ്. ഇടുക്കിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 എന്നോർക്കുക. അത് മുതിരപ്പുഴ നദിയിലാണ്. മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയാണ്. എന്നാൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ അല്ല. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഇടുക്കിയിലാണ്.
ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഒരു ദേശീയോദ്യാനം ഒഴികെ, ഇപ്പം ഇനി അടുത്ത ദേശീയോദ്യാനവും വന്നിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഒരു ദേശീയോദ്യാനം ഒഴികെ ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും എവിടെയായിരുന്നു? അത് ഇടുക്കിയിലായിരുന്നു. ഇടുക്കിക്ക് പുറത്ത് ഉള്ള ദേശീയോദ്യാനം ഏതാണ്? അത് നമുക്കറിയാം, സൈലന്റ് വാലിയാണ്. ഒരു ദേശീയോദ്യാനം ഇപ്പം മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ തീരത്തായിട്ടുണ്ടാവുന്നത്, അതിർത്തികളിലായിട്ടുണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഏതാ ആ ദേശീയോദ്യാനം? പ്രപ്പോസഡ് ദേശീയോദ്യാനം ഏതാണ്? നിങ്ങളൊന്ന് ഓർക്കു നോക്കൂ. അപ്പം ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം കാനഡയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം കൂടിയാണ് ഇടുക്കി. അപ്പോൾ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് ഓർക്കുമ്പോൾ, ഡാമുകളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ പോകേണ്ടത് ആദ്യം ഇടുക്കിയിലേക്കാണ്. ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള, ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസലുള്ള, മുതിരപ്പുഴയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി സ്ഥിതി ചെയ്യുന്ന, അതിൻ്റെ രണ്ടും പെരിയാറിലാണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയും ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും എവിടെയാണ്? പെരിയാറിലാണ്. അതിന് നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും കൂടിയാണ് ഇടുക്കി. മലബാറിലെ ആദ്യത്തെ പദ്ധതി ചോദിക്കാറുണ്ട്, കുറ്റ്യാടി, കോഴിക്കോടാണ്. 1972 കുറ്റ്യാടി, കോഴിക്കോട്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ പദ്ധതികളുള്ള നദിയും പെരിയാറാണ്. ഏക ഭൂഗർഭ നിലയം മൂലമറ്റമാണ്. ആ ഭൂഗർഭ നിലയം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ആ പാഠഭാഗത്തിലെ വിഷയങ്ങളിലൂടെ കടന്നുപോയി. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലെ ചോദ്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ 5 വിഷയങ്ങളിലായിട്ട് 30+ അല്ല 35 ചോദ്യങ്ങൾ, 5 വിഭാഗങ്ങളിലായിട്ട് 35 അല്ല 45 ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 45 അല്ല 50, നേരത്തെയും കൂടി കൂട്ടിയാൽ ആ 50 ചോദ്യങ്ങളിൽ 5 എണ്ണം കഴിഞ്ഞു. ഇനി ബാക്കി 45ലൂടെയും നമുക്കൊന്ന് പെട്ടെന്ന് കടന്നു പോകാം. അവിടെ ചോദിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ: കാലാവസ്ഥ ചോദിച്ചു, നദികളും ഭൂരൂപങ്ങളും വീണ്ടും ചോദിച്ചു, ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഭൂപടം ചോദിച്ചിട്ടുണ്ട്, റിമോട്ട് സെൻസിങ് ചോദിച്ചിട്ടുണ്ട്, ജലപദ്ധതി പാതകൾ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ജോഗ്രഫിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. കാലാവസ്ഥയും അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്: ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. SCERT ബുക്ക് വായിച്ചവർക്കറിയാം, നമ്മുടെ കുറേ ക്ലാസ് കിടക്കുന്നുണ്ട്. ഈ ക്യോട്ടോ പ്രോട്ടോകോളിന് ഒപ്പം തന്നെ മറ്റൊരു പ്രോട്ടോകോൾ പറയുന്നുണ്ട്, ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട്. ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ ഏതാണെന്ന്? ഇത് ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളലുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താണ് ആ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നറിയണമെങ്കിൽ, ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഇങ്ങനെ വാമാക്കി നിർത്തുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പോലെ, നീരാവി പോലെ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചില വാതകങ്ങൾ അല്ലെങ്കിൽ നീരാവി പോലുള്ളവ സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ അത് തിരിച്ച് പ്രതിഫലിക്കും. തിരിച്ച് പ്രതിഫലിച്ചാൽ അത് ശൂന്യാകാശത്തേക്ക് പോകേണ്ടതാണ്. അങ്ങനെ ശൂന്യാകാശത്തേക്ക് പോയിരുന്നെങ്കിൽ ഭൂമി രാത്രി തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായേനെ, അവിടെ ജീവിതം സാധ്യമാവില്ല. എന്നാൽ അത്തരത്തിലുള്ള ചൂടിനെ സ്പോഞ്ച് പോലെ എന്ത് ചെയ്യുന്ന, ആഗിരണം ചെയ്യുന്ന ആളുകളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഉള്ള എന്തെന്ന് പറയുന്നത്, നമ്മുടെ നീരാവി പോലെയുള്ള വാതകങ്ങൾ എന്ന് പറയുന്നത്. ആ വാതകങ്ങൾ അത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി ഇങ്ങനെ ഊഷ്മളമായി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഇത്തരത്തിലുള്ള സൂര്യനിലെ ചൂട് ആഗിരണം ചെയ്യുന്ന ആ വാതകങ്ങളെ പറയുന്ന പേരാണ് ഹരിതഗൃഹവാതകങ്ങൾ. അതിൻ്റെ അളവ് ക്രമാതീതമായി കൂടിയപ്പോൾ ഭൂമിയുടെ ചൂടും കൂടി. അതിൻ്റെ ഭാഗമായി ഭൂമിയുടെ ചൂട് കൂടുന്ന പ്രക്രിയയാണ്, ഭൂമിയെ പനിക്കുന്ന പ്രക്രിയയ്ക്കാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം ഈ ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ പുറന്തള്ളൽ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഭൂമിയാകെ വെള്ളത്തിനടിയിലായി പോകും, ജീവജാലങ്ങൾക്ക് നിൽക്കാൻ പറ്റാതെയാവും, ഒട്ടനവധി ഘടകങ്ങളുണ്ട്, ഇതുപോലെ നിന്ന് കാടുകത്തും ഒക്കെയാണ്. അപ്പം അതിനുവേണ്ടി 1997 ഡിസംബർ 11 ജപ്പാനിലെ ക്യോട്ടോയിൽ അംഗീകരിച്ച ഉടമ്പടിയാണ് പ്രോട്ടോകോൾ. ഇത് 2005 ഫെബ്രുവരി 16 നിലവിൽ വന്നു. വളരെ പ്രാധാന്യമുള്ളതാണ്
ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ഡിസംബറിലാണ്. പിന്നീട് അത് ജപ്പാനിലെ ക്യോട്ടോയിൽ അംഗീകരിച്ചു. 2005 ഫെബ്രുവരിയിൽ 16 നിലവിൽ വന്നു. 37 വ്യാവസായിക രാജ്യങ്ങൾ ഹരിതഗൃഹ വാതക പുറന്തള്ളൽ കുറയ്ക്കാൻ നിയമപരമായ ബാധ്യത നേടി. 1990 നിലവാരത്തിൽ നിന്ന് ശരാശരി 5% കുറയ്ക്കണം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളൽ എന്ന് തീരുമാനിച്ചു. അപ്പൊ അതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ കാർബൺ ഫുട് പ്രിന്റ് അങ്ങനെ പല ഘടകങ്ങളുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാനിപ്പോൾ അവിടത്ത് പോവില്ല. വയനാടിൽ ഒരു പഞ്ചായത്ത് കാർബൺ സീറോ പഞ്ചായത്തായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചായത്തുണ്ട്. ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങൾ ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, രാത്രി കാലങ്ങളിൽ പർവ്വതദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുകയാണ് കാറ്റ്. രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങൾ പെട്ടെന്ന് തണുക്കും അല്ലെ, അവിടെ തണുത്ത് അവിടെ നിന്ന് തണുത്തുറഞ്ഞ വായു താഴത്തേക്ക് വീശും അല്ലെ. രാത്രിത്തെ കാറ്റിന് ഒരു തണുപ്പ് ഉണ്ടാവാറുണ്ട് സാധാരണ അല്ലെ. അങ്ങനെ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും തണുത്ത കാറ്റ് കരയിലേക്ക് വരികയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. അതിനെയാണെന്ത്? പർവ്വതക്കാറ്റ്. അപ്പൊ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. പർവ്വതത്തിന് എങ്ങനെയാ വരിക? രാത്രി കാലങ്ങളിൽ തണുത്ത വായു കരയിലേക്ക് വീശും അല്ല, താഴ്വാരങ്ങളിലേക്ക് വീശും. അതിനെയാണെന്ന് പറയുക പർവ്വതക്കാറ്റ്. കാറ്റിന് എപ്പോഴും പേര് അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൽ നിന്നാണ്, അല്ല എവിടേക്ക് പോകണു എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ എവിടുന്ന? തവനൂരിന്ന്. ഇപ്പൊ തവനൂക്കാരി എന്ന് പറയും. അല്ലെങ്കിൽ എവിടുന്ന? അത് കോഴിക്കോട്ടുകാരിയാണ്. അല്ലാതെ പോണ സ്ഥലത്തെ പേരാണോ നിങ്ങൾക്ക് ഇടുക? അല്ല. പിന്നെ അവിടെ താമസമായാൽ അപ്പൊ ആ നാട്ടുകാരിയായി. അതുപോലെ കാറ്റ് എവിടുന്നാ വരുന്നത്? തെക്ക് പടിഞ്ഞാറുന്ന്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതുപോലെ പർവ്വതത്തിന് വരുമ്പോ പർവ്വതക്കാറ്റ്. പർവ്വതത്തിന് വരിക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഉച്ചമർദ്ദം. അപ്പൊ കാറ്റിന്റെ പേരിൽ നിന്ന് തന്നെ എവിടെയാണ് മർദ്ദം കൂടുതൽ എന്ന് പറയാം. മർദ്ദം കൂടിയ സ്ഥലത്താണ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റാണ്, കൺഫ്യൂഷൻ വേണ്ട, താഴ്വാരത്തിലേക്കാണ്. അതാണ് പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ മറ്റൊരു ചോദ്യമാണ് കാലാവസ്ഥയും അന്തരീക്ഷവും. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. അതിന്റെ പേരൊന്ന് ഓർക്കുക, INSAT-3 DS. ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേര് INSAT-3 DS. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ എന്നാണ്. പുസ്തകത്തിലുണ്ട്, ഓർത്തു വെക്കണം. ചോദ്യവുമായി വന്നു, കണ്ടോ? ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നത്. ലഘൂകരണം എന്ന് പറഞ്ഞാൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയ്ക്കുക, കാർബൺ ആഗിരണം ചെയ്യുന്ന സസ്യങ്ങൾ നട്ടുപിടിക്കുക, പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ. ഈ കാർബൺ പുറന്തള്ളലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്നാണ് എന്തെന്ന് പറയുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. പെട്രോള്, കൽക്കരി തുടങ്ങിയവ കത്തി ഉണ്ടാകുന്ന പുകകൾ. അത് ഹരിതഗൃഹവാതകങ്ങളിൽപ്പെട്ട ചങ്ങാതിമാരാണ്. അപ്പൊ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് സൂര്യനിൽ നിന്നുള്ള സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രജൻ കൊണ്ടുള്ളാവുന്ന ഊർജം, ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. അതൊക്കെ പുനരുപയോഗിക്കാൻ പറ്റും. കാരണം തിരമാല ഒരു കാലത്തും നിൽക്കില്ല. സൂര്യന്റെ ചൂട് ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ആയിരക്കണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞാലും നിൽക്കില്ല. ഭാവിയിൽ സൂര്യൻ തണുത്തുറഞ്ഞ് എന്തായി മാറും? ചൂടൊന്നുമില്ലാത്ത നക്ഷത്രത്തിന്റെ പദവിയൊക്കെ നഷ്ടപ്പെട്ട് ഒരു വെള്ളക്കുള്ളനായിട്ട് മാറും. അന്ന് വെള്ളക്കുള്ളനായിട്ട് മാറുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ആളുകളൊക്കെ മറ്റൊരു ഗ്രഹത്തിലോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വേറൊരു സൂര്യനെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പൊരുത്തപ്പെടൽ, കാലാവസ്ഥാ വ്യതിയാനത്തോട് പൊരുത്തപ്പെടുന്നതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതേസമയം ലഘൂകരണം എന്ന് പറഞ്ഞാൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയ്ക്കലും അതിനെ ആഗിരണം ചെയ്യുന്ന സസ്യങ്ങൾ മാത്രമല്ല, കടലിലെ ആൽഗകളൊക്കെ തന്നെ ഇതിന് സഹായിക്കുന്നുണ്ട്. ഹരിതഗൃഹവാതകങ്ങളെ, കാർബണിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കൃഷി രീതികൾ, ദുരന്ത നിവാരണ സംവിധാനങ്ങൾ. കാരണം ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തുമായി ബന്ധപ്പെട്ട്? ഈ ഭൂമിയുടെ ചൂടുണ്ടാവുന്നത്, നമ്മുടെ കാലാവസ്ഥാ മാറ്റമൊക്കെ ആഗോളതാപനം കാരണമാണ്. ഇനി അന്തരീക്ഷവും കാറ്റുകളും എന്നുള്ളടത്ത് ചോദിച്ചതാണ് ഫോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഇങ്ങനെയും അറിയപ്പെടുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഫോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഈ ഭാഗത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ഭാഗം നിങ്ങൾക്ക് കാണാം നമ്മുടെ യൂട്യൂബിൽ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ആഗോള മർദ്ദ മേഖലകളുണ്ട്. ആഗോള മർദ്ദ മേഖലകളിൽ
30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകളാണ് ഫോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും, ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകളാണ് ആ ഫോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. ആ മർദ്ദമേഖലകളെ പറയുന്ന പേരാണ് ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല. അതായത് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ചൂട് പിടിച്ച വായു ഉയരും. 0 ഡിഗ്രിയിലല്ലേ ഭൂമധ്യരേഖാ പ്രദേശം നിൽക്കുന്നത്. ആ ചൂട് പിടിച്ച വായു ഉയർന്ന് അത് 2 പ്രദേശങ്ങളിലേക്കും പോകും. എന്നിട്ട് അത് തണുത്ത് താഴാൻ പോകുന്നത് ഈ 30 ഡിഗ്രി ഭാഗത്താണ്. അപ്പൊ അവിടെ ഉച്ചമർദ്ദമാവും. അതുകൊണ്ടാണ് അതിനെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. പക്ഷെ ഭൂമധ്യരേഖയുടെ ചുറ്റുപാടും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പൊ ന്യൂനമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല, വീണ്ടും ന്യൂനമർദ്ദ മേഖല വരും, വീണ്ടും ഉച്ചമർദ്ദ മേഖല വരും. ഇങ്ങനെയാണ് 2 ഭാഗത്തേക്കും ഉച്ച ന്യൂനമർദ്ദങ്ങൾ പോകുന്നത്. അപ്പൊ ഇവിടെ ഭൂമധ്യരേഖയുടെ അടുത്ത് എന്താണ്? ന്യൂനമർദ്ദ മേഖലയാണ്. അവിടെ സൂര്യന്റെ ചൂട് നേരിട്ട് പതിക്കുന്നു. അതിന്റെ ഭാഗമായി വായു മുകളിലേക്ക് ഉയർന്നു പോകുന്നു. എന്നിട്ട് വശങ്ങളിലേക്ക് പോയിട്ട് 30 ഡിഗ്രി ആ ഭാഗത്ത് കണ്ടായിട്ട് മുമ്പ് ചാടും. അപ്പൊ അത് ഉച്ചമർദ്ദ മേഖലയായി. അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. അവിടെ സ്ഥിരമായ ഉയർന്ന മർദ്ദമേഖലകളാണ്. അതവിടെ മർദ്ദം കുറവായതുകൊണ്ട് അവിടെ കാറ്റിന്റെ വേഗത വളരെ കുറവാണ്. അപ്പൊ ശാന്തമായ കാലാവസ്ഥയുടെ മേഖലയാണ്. ആ ഭാഗത്ത് വെച്ച് ഈ എന്താ പറയുക, കുതിരകളെ കപ്പലിൽ നിന്ന് ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി താഴേക്കിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പ്രഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയോൺ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? പെരിഹീലിയോണുമുണ്ട്, അപ്ഹീലിയോണുമുണ്ട്. പെരിഹീലിയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യൻ ഭൂമിയെ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ്, ഒരു എന്താ പറയുക, സർക്കിൾ അല്ല, വൃത്തമല്ല, അത് എന്താ പറയുക, ഒരു എക്ലിപ്സ് ആണ്. എക്ലിപ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഗ്ലാസ്സിൽ, അതുപോലത്തെ ഒരു ഗ്ലാസ്, ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എങ്ങനെയായിരിക്കും? ഇങ്ങനെ വൃത്താകൃതിയിലായിരിക്കും. എന്നാൽ അതൊന്ന് ചെരിച്ചു നോക്കൂ. ചെരിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു രീതിയിലാണ് കാണുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദീർഘവൃത്തം. അപ്പോൾ അതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. എക്ലിപ്സ് എന്നല്ല പറഞ്ഞാൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്, ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റ് ആണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഞാൻ പഴയ കാലത്തേക്ക് പോയി അല്ലേ, സൂര്യൻ ഭൂമിയെ ചുറ്റണമെന്ന് പറഞ്ഞു, പഴഞ്ചനായി പോയി. ഭൂമി സൂര്യനെ ചുറ്റുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ്. അങ്ങനെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് നമ്മൾ എന്തെന്ന് പറയും? അത് റൊട്ടേഷനാണ്. നമ്മൾ അതിനെ പറയുക പരിക്രമണം എന്നാണ്. ഭൂമി സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനെ പറയുന്ന പേര് പരിക്രമണം എന്നാണ്. എന്നാൽ ഭൂമി ഇതിനോടൊപ്പം തന്നെ സ്വന്തം തിരിയുന്നുമുണ്ട്. അപ്പം ഭൂമി വളരെ രസകരമായ എന്തിലാണ്? ഒരു രസകരമായ പരിപാടിയിലാണ്. ഇപ്പോൾ നമ്മൾ ഭൂമിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ONV ഒക്കെ വളരെ മനോഹരമായ ഒരു കവിത ഉണ്ട്. നമ്മൾ കേട്ടു നോക്കണം. എന്താ പറയുക? ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ, നിന്നരിയ ചിറകിൻ്റെ തൂവലിൻ തുമ്പിൽ ഒരു മാത്ര എങ്കിലൊരു മാത്ര നിൻ വാഴ്വെന്ന സത്യം ചൊലിപ്പു. ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ അല്ലേ, അതുപോലെ ONV മറ്റൊരു വാക്കാണ് നോക്കൂ. കുമന്റെ മുളലാൽ പേടിപ്പെടുത്തു നീ, കുയിലിന്റെ കൂകലാൽ പേടി മാറ്റുന്നതും, സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും, പിന്നെ യൊരുഷസ്സിനെ തോളിലേറ്റുന്നതും. ആലോചിച്ച് നോക്കൂ. ഭൂമിയെ ഒരു അമ്മയെ പോലെ കണ്ട് ഒക്കെ പറയുന്ന കവിതകളാണ്. അപ്പോൾ അവിടെ ഓസോണിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. നീ ഭ്രമണം എൻ്റെ മക്കളാൽ മാനഭംഗപ്പെടുത്തി സൂര്യൻ നിനക്കണിയിച്ച ചിത്രപതുകഞ്ചുകം തെല്ലൊന്നു നീക്കി അതിൻ എന്തോ ഒന്ന്, ഞാൻ വാക്കുകളൊക്കെ അതൊക്കെ മറന്നുപോയി. അത് കണ്ടു മതിച്ചവർ, ആ സൂര്യൻ നിന്നെ അണിയിച്ച മൂടുപടം പൊളിച്ചു നീക്കി, ആ ഓസോൺ പാളിയെ കുറിച്ചൊക്കെ പറയുന്ന ONV കവിതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഭൂമി നിങ്ങളിതൊക്കെ പഠിക്കുമ്പോൾ രസകരമായിട്ട് പഠിക്കുക. ഭൂമി വൃത്തത്തിലല്ല, ഇങ്ങനെ എക്ലിപ്സ് ആണ്. ഇനി അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും പ്ലസ് 2 ആണെങ്കിൽ. കാരണം എന്താണ്? അസ്ട്രോണമി എന്നുള്ളൊരു ഭാഗത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അവിടെ കെപ്ലർ ലോസ് ഒക്കെ പഠിക്കും. മാത്സ് ആണ്, രസകരമാണ് ആ എലിപ്സിൻ്റെ ഒക്കെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടേക്കൊന്നും നിങ്ങൾ പോകേണ്ടത്. രസകരമായിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ
നിങ്ങളുടെ തലച്ചോറിൽ ധാരാളം സന്തോഷ ഹോർമോൺ ഉണ്ടാവും. ഇത് ടെൻഷൻ അടിക്കി പഠിക്കേണ്ട കാര്യമല്ല. ഇപ്പൊ ഭൂമി എങ്ങനെയാ ചുറ്റുന്നത്? ഇങ്ങനെയല്ല, വൃത്താകൃതിയിലല്ല. അതായത് ചായ ഗ്ലാസ് ഇങ്ങനെ നേരെ പിടിച്ചാലുള്ള വൃത്തത്തിലല്ല, മറിച്ച് ഒന്ന് ചെരിഞ്ഞാൽ ഇങ്ങനെ വൃത്തത്തിലാണ് ചുറ്റുന്നത്. ഓക്കെ. ഇപ്പോൾ സൗന്ദര്യ ലഹരി എന്നൊക്കെ പറയുന്ന ശങ്കരാചാര്യരുടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ കളങ്ങൾ വരയ്ക്കുന്നത് കാണുന്നില്ലേ? അവിടെയൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതുകൊണ്ട് വിചാരിച്ചിട്ട് അതാണ് ഇന്നത്തെ സയൻസ് എന്ന് വിചാരിക്കരുത്. അതിനൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി ഇന്നത്തെ സയൻസും മാത്സും ഒക്കെ. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അവരൊന്നും ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല അത് പഠിച്ചിരുന്നത്. ആയിരുന്നിട്ടും ഇതിനു വേണ്ടിയിട്ട് അത്രയും സമയം ചെലവഴിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, അറിയാനുള്ള ഒരു ത്വരയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനം രസകരമായിട്ട് മാറും. ഞാൻ ആ ഭാഗത്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ PSC ക്ലാസ്സിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി പറയും. പഠനം നിങ്ങൾ ഒരു ബോറടിക്കുന്ന പരിപാടിയാക്കി മാറ്റരുത്. പഠനം യഥാർത്ഥത്തിൽ അത് രസകരമായ ഒരു കാര്യമാണ്. ഓരോ പുതിയ അറിവും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരേണ്ടതാണ്. മനുഷ്യനെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അന്വേഷിക്കാനുള്ള ഒരു ത്വര. നിങ്ങൾ ഒരു ചെറിയ കുട്ടി അതെന്തെല്ലാം കാര്യങ്ങളാണ് ഇടപെടുന്നത്. അത് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടീനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയാക്കി നിലനിർത്തിയാൽ ആ കുട്ടി നന്നായിട്ട് വളരും. പക്ഷെ സ്കൂളിലെത്തിയ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി, കുട്ടി പെട്ടു. മനസ്സിലായില്ലേ? കുട്ടി സ്കൂളിൽ പോണത് വരെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി ചോദ്യങ്ങൾ ചോദിക്കലാണ്. പക്ഷെ കുട്ടി സ്കൂളിലേക്ക് എത്തിയാലോ കുട്ടിയോട് നിരന്തരം ചോദ്യമാണ്. ഈ കുട്ടിയാണെങ്കിൽ ഇത് അർത്ഥറിയാതെ കാണാപ്പാടം പഠിക്കണം. അപ്പം അതിനത് ബോറടിക്കും. അങ്ങനെയാണ് പലപ്പോഴും അറിവ് നമുക്ക് വേണ്ടാത്തതായി മാറുന്നത്. പക്ഷെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ നല്ല അധ്യാപകർ, അവർ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചു അല്ലെ? എന്നുണ്ട് അങ്ങനത്തെ അധ്യാപകർ. അതുകൊണ്ട് തന്നെ ഇതിലൊരു രസം, നമുക്ക് അതിൻ്റെ രസച്ചരട് മുറിയരുത്. PSC പഠിക്കുമ്പോഴും നിങ്ങൾ നല്ല രസകരമായ നോട്ടുകൾ ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ പറയുന്നു അപ്ഹീലിയോൺ, പെരിഹീലിയോൺ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിത് ഒന്നാകെ ഒരു വാക്കായിട്ട് എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ പണ്ടത്തെ കാലത്തേക്ക് പോകും. നിങ്ങളിതിനൊരു നോട്ട് ഉണ്ടാക്കുക. ഒരു നോട്ട് എടുത്തു, ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് എഴുതി. ഇതിന് ഡീറ്റെയിൽഡ് നോട്ട് തരും. അപ്പം അതും കൂടി വെച്ചിട്ടൊന്ന് കൃത്യമാക്കി, എന്നിട്ട് നിങ്ങൾ അപ്ഹീലിയോനും പെരിഹീലിയോനും നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടുനോക്ക്. എങ്ങനെയായിരിക്കും അപ്ഹീലിയോനും പെരിഹീലിയോനും വരിക? അപ്ഹീലിയോൻ എന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനും അകന്നു നിൽക്കുമ്പോഴാണ്. പെരിഹീലിയോൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ്, അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ്. അപ്പം ഈ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭൂമി വരച്ച് ഒരു ചിത്രവും വരച്ച് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അത് അപ്ഹീലിയോൺ എന്ന് കാണിച്ച്, എന്ന് പറഞ്ഞാൽ അടുത്താകുമ്പോൾ പെരിഹീലിയോൺ എന്ന് കാണിച്ച് വരച്ചാൽ 3 കാര്യമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന്, ജ്ഞാനം നിങ്ങൾ നിർമ്മിക്കുകയാണ്. ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയും. പഠിക്കാൻ ഏറ്റവും ബെസ്റ്റായ കാര്യമാണ്. ഒരറിവിനെ നിങ്ങൾ പുനഃസൃഷ്ടിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ബോറടിക്കില്ല. ഒരിക്കലും ബോറടിക്കില്ല. അങ്ങനെ നിങ്ങളുടെ രീതിയിൽ അറിവ് പുനഃസൃഷ്ടിക്കാൻ, എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് പോകണം. നമ്മൾ PSCക്കാണ് പഠിക്കണം, അത് സ്കോപ്പിൽ ഇരുന്ന് പഠിക്കണം. അങ്ങനെ ഒരിക്കൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സാധനം പോവില്ല. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മൾക്ക് ചിത്രങ്ങളാക്കി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ചിത്രങ്ങളാക്കി ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒന്നും കൂടി ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഒരുപാട് നേരം എടുക്കരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. വളരെ പ്രചാരത്തിലുള്ള ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് പലർക്കും ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഇന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ എന്നാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത്? ഇപ്പോൾ ഒരു രസികൻ ചെയ്തു വെച്ച കാര്യമാണ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് അയാളുടെ നോട്ടിൽ അയാൾ എങ്ങനെ ചെയ്തു വെച്ചു? ഇത് ചന്ദ്രൻ, ഇത് ഭൂമി. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോയി, ചന്ദ്രനിൽ നിന്ന് തിരിച്ചു ഭൂമിയിലേക്കും വന്നു. ഇപ്പൊ നോക്കൂ, 69 ആയോ? നിങ്ങളാണിത് സൃഷ്ടിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള കഴിവുണ്ട്. നിങ്ങളിത് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളങ്ങനെ പൊരുത്തമില്ലാത്ത പലതിനും പൊരുത്തപ്പെടുത്തി നിങ്ങളുടെ ഭാവനാലോകത്ത് ചെയ്തിരുന്നു. പക്ഷെ ഇതിന് അധികം നേരം ചെലവഴിക്കരുത്. അങ്ങനെയുള്ള ചില ഗ്ലിംസൊക്കെ കിട്ടിയാൽ അത് എത്ര വിഡ്ഢിത്തരാണെങ്കിലും എഴുതി വെക്കുക. ആ കാര്യം അവിടെ ഓർത്തു വയ്ക്കും. ഇതുണ്ടാക്കിയ ആൾ 69-ലാണ് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ആദ്യം ഇറങ്ങിയെന്ന് മറക്കും. ഇനി നോക്കൂ, അപ്പൊ ഈ 6 ഉണ്ട്. ഈ 6ന്റെ അവിടെ ഒരു O ഉണ്ട്. അപ്പൊ ISRO ആയി. 6O ISROയും 69-ലാണ്. കണക്റ്റഡ് ആയി, ഭാവനാപരമായി ഇടയ്ക്കൊക്കെ ചിന്തിച്ച്, സുഹൃത്തുക്കളോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ്, കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞ്, ഇതൊക്കെ നോട്ടുണ്ടാക്കി. ഇതൊക്കെ ഒഴിവ് സമയത്ത് പഠിക്കാനിരിക്കുമ്പോൾ ഗൗരവമായിട്ടിരിക്കുക.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനോട് ഒരു രസം തോന്നും. അവിടെയൊക്കെ അറിവ് നിങ്ങൾ പുനർനിർമ്മിക്കുകയാണ് നിങ്ങളുടെ രീതി. അപ്പൊ ഇത് ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് നിങ്ങളുടെ പഠനമെങ്കിൽ പഠിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും, മറന്നു പോവില്ല. അപ്പൊ അതിനൊക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തുക, മുഴുവൻ സമയമല്ല. അല്ലാതെ ഈ കാണാപ്പാഠം പഠിക്കുക എന്നുള്ള രീതിയൊക്കെ പാടുക. അതിനാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നത്, ഇതിന്റെ കിസ് തരുന്നത്. ആ കിസ്സിൽ അധിക ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഒഴിഞ്ഞ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര മാർക്ക് കിട്ടി? ഇപ്പൊ 10, പിന്നെ കുറച്ച് പുതിയ ചോദ്യം വന്നു, അപ്പൊ ചിലപ്പോ 20 എണ്ണത്തിലാണെങ്കിൽ 11 അല്ലെങ്കിൽ 12. ഇങ്ങനെ നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഭാവനാപൂർണമായി നിങ്ങളുടെ പഴയ കാലത്തേക്ക് പോയി നല്ല ക്രയോൺ പേന, കുറച്ച് പേനകളൊക്കെ വെച്ച് മനോഹരമായ നോട്ടൊക്കെ ഉണ്ടാക്കി. എന്നാൽ അതിന് അധിക സമയം ചെലവഴിക്കരുത്. വീടിനേക്കാൾ വലിയ പഠിപ്പുര പാടില്ല എന്ന് പറയും. അതുകൊണ്ട് പഠിപ്പുര വലുതാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും സബ്ജക്റ്റിലേക്ക് പോരുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പഠനം രസകരമായിട്ട് മാറും, പഠനം ബോറടിക്കില്ല, നിങ്ങളുടെ സമയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കുക. PSC പഠനം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അല്ല, തുടർന്നു വരാനുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പഠനമായിട്ട് മാറണം. അപ്പോൾ ഇനി പെരിഹീലിയോൺ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന അവസ്ഥയാണ്. ജനുവരി 3-നാണ് ഇത് സംഭവിക്കുന്നത്. ഓർത്തു വെക്കണം, പെരിഹീലിയോൺ അടുത്താണ്, ജനുവരി 3-ആണ്. നോക്കൂ, ഒരു വർഷത്തിൽ ഏറ്റവും അടുത്തേതാ? അത് ആദ്യത്തെ വർഷമാണ്, ജനുവരിയാണ്. ആ ജനുവരിയിൽ അടുത്തത് 3 അല്ലേ? തൊട്ടിട്ടല്ല, 1ഉം 2ഉം തൊട്ടിട്ടാ, കുറച്ച് വിട്ടിട്ട്. അപ്പൊ അടുത്തിട്ട് ജനുവരി 3. ആലോചിച്ച് നോക്കിയാൽ ജനുവരി 3 കിട്ടും. എന്നാൽ അഫീലിയോനാണ് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ പോകുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഏകദേശം അത് ജൂലൈ 4-നാണ്. ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോയാൽ ചൂട് കുറയില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ചൂട് കുറഞ്ഞ കാലം മൺസൂൺ കാലം എന്നാലോചിക്കുക വെറുതെ. ശരിക്കും ഇന്ത്യയിലെ ചൂടുള്ള കാലമാണ്, നിങ്ങൾ അങ്ങനെ ആലോചിക്കുക. നമുക്ക് തണുപ്പുള്ള കാലമാണല്ലോ. ഇപ്പൊ ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും എന്ന് വിചാരിക്കുക. അതിൽ മറ്റത് 3 ഇത് 4-ആണ്, ജൂലൈ 4-ആണ്, ജൂണിലല്ല ജൂലൈയിലാണ്. ഇനി നോക്കൂ, പെരിഹീലിയോനും അപ്പീലിയോനും ഓർക്കുമ്പോൾ ഈ ഹെലി എന്നുള്ള വാക്ക്, HELI എന്നുള്ള വാക്ക് സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. പഴയ കാലത്ത് തന്നെ സൂര്യനുമായി ബന്ധപ്പെട്ട വാക്കാണ് ഹെലി എന്നുള്ള വാക്ക്. അപ്പോ ഓർത്തു വെക്കാം, ഹീലിയം കാണപ്പെടുന്നു സൂര്യന്. നോക്കൂ, ഒരു വാക്കിനെ കണക്ട് ചെയ്ത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ കാര്യം മനസ്സിലായോ? പെരിഹീലിയോൺ എന്നുള്ളതിലും ഹീലിയോൺ ഉണ്ട്, അപ്ഹീലിയോൺ എന്നുള്ളതിലും ഹീലിയോൺ ഉണ്ട്. അപ്പൊ ഹെലി എന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി അത് സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ അപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത്, പെരി എന്ന് പറഞ്ഞാൽ അടുത്ത്, അപ്പ് എന്ന് പറഞ്ഞാൽ അകലെ. അപ്പ് എന്ന് പറഞ്ഞാൽ മോളിക്ക് പോയി, പെരി എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നു. അങ്ങനെ ആലോചിക്കുക. ഇങ്ങനെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓർത്തു വെക്കാം. അടുത്താകുമ്പോൾ 147 ദശലക്ഷം കിലോമീറ്ററാണ്. അടുത്താകുമ്പോൾ 147 ദശലക്ഷം കിലോമീറ്ററാണ്. ദശലക്ഷം കിലോമീറ്ററാണ്. അപ്പൊ എത്ര അടുത്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? പക്ഷേ അതാണ് ഏറ്റവും അടുത്ത്, 147. എങ്ങനെയാ ഓർത്തു വെക്കുക? ജൂൺ 3-ആണ്, 147-ആണ്. എടോ, ആ 4-ന്റെ അപ്പുറത്ത് ഉണ്ട് ഒരു 3 അല്ലേ? പിന്നെ ഒരു 1 ഉണ്ട്. അപ്പൊ ആ 3-ന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരാള് 4 ഉണ്ട്. 2 അല്ല, 1 4. ഇനി ആ 4-നോട് 3 കൂട്ടിയാൽ 7 പോയി, 147 ദശലക്ഷം. എന്നാൽ 152, ആ 147-നോട് 5 കൂട്ടിയാൽ 152-ആണ് ഇവിടെ. ഇങ്ങനെയൊക്കെ കണക്ഷൻ ഉണ്ടാക്കി പഠിച്ചാൽ പിന്നീട് നിങ്ങൾ ഒഴിവുള്ളപ്പോൾ ഇതൊന്ന് സ്ലേറ്റിലൊക്കെ നിങ്ങൾ ഈ കണക്ഷൻ വെച്ച് നോക്കുക. അപ്പൊ എങ്ങനെയാ സ്ലേറ്റിൽ കണക്ഷൻ വെച്ച് എഴുതുക? ഞാൻ പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഓർത്തെടുക്കുമ്പോൾ, കാണാപ്പാഠം പഠിക്കാതെ ഇത് പഠിക്കാനുള്ളൊരു വഴി ഞാൻ പറയുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കുക. എത്ര പേര് നമ്മുടെ ഓർമ്മയിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച നോട്ട് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് വരുന്നു, നിങ്ങൾ വെറുതെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അതായത് റിട്രീവ് ചെയ്യുക എന്ന് പറയും. ഹെലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു സൂര്യൻ, വെറുതെ നിങ്ങൾ ഓർക്കുകയാണ്. അപ്പൊ ഹീലിയോൺ, അപ്പോ അപ്ഹീലിയോൺ, കറക്റ്റ് ആവണ്ട, പെരിഹീലിയോൺ. നോക്കൂ, അപ്പൊ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാം അപ്പ് പെരി, എന്നിട്ട് ഇങ്ങനെ ഇട്ടു ഹീലിയോൺ. ആ ഹീലിയോണിന്റെ അവിടെ ഒന്ന് സൂര്യനെ കൊടുത്തു നോക്കൂ.
ഇപ്പൊ നിങ്ങൾക്ക് ഇത്രേ വേണ്ടുള്ളൂ. ഇത് രണ്ടിനും നിങ്ങൾ ഇനി എഴുതേണ്ടത് സൂര്യൻ അകലെ, ഇവിടെ ആവുമ്പോ അല്ല ഇവിടെ അടുത്ത്, എന്നിട്ട് ഇവിടെ ഒന്ന് കൊടുക്കുക, ഇവിടെ കൊടുക്കുക അകലെ. നോക്കൂ, ഒരൊറ്റ ബ്ലോക്കിൽ നമുക്ക് ആ കാര്യം കിട്ടി. ഇനി പരീക്ഷാ സമയത്ത് പോകുമ്പോൾ ഈ സാധനം എടുത്ത് നോക്കിയാൽ ടപ്പ് എന്നിട്ട് കിട്ടി. അല്ലാതെ ദീർഘമായിട്ട് എഴുതി വെക്കുകയല്ല നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ഐഡിയ രൂപപ്പെട്ടാൽ നിങ്ങൾക്കത് നോട്ടാക്കി മാറ്റാം. എപ്പോഴാണ് ഐഡിയ രൂപപ്പെടേണ്ടത്? അടുക്കളയിൽ പണി ചെയ്യുമ്പോഴോ, ഓഫീസിലേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഓഫീസിൽ ഒഴിഞ്ഞു കിട്ടുന്ന ഒരു സമയത്തോ. ഓഫീസിലെ പണി കൊളാക്കിയിട്ടല്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒഴിഞ്ഞ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. രണ്ട് കാര്യമാണ്. ഈ സാധനം നിങ്ങളുടെ മനസ്സിൽ അവിടെ ഉറച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവിടെ നിങ്ങൾ ജ്ഞാനം നിർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ക്രിയേറ്റീവാണ്, നിങ്ങൾക്കത് സന്തോഷം തരും. ഇങ്ങനെയൊക്കെ പല കളറിൽ, ഞാനിപ്പോൾ എനിക്കറിയില്ല എത്ര നന്നായിട്ട് വരയ്ക്കാനൊക്കെ, നിങ്ങൾ മനോഹരമായിട്ട് വരയ്ക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ നമ്പറിനെ നമുക്കൊന്ന് എഴുതി വെക്കണം. നിങ്ങൾ അടുത്താണ് അകലെയാണെന്നൊന്നും എഴുതി വെക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കുക, നമ്പർ ഇപ്പം എത്രയാ കിട്ടണില്ല അല്ലേ? പക്ഷെ നമുക്കറിയാം ജൂൺ 3 അല്ല ജനുവരി 3, പിന്നെ അടുത്ത ഏതാ ജൂലൈ 4. അത് രണ്ടും കിട്ടി. ഇത് പെരിഹീലിയോൻ ആണ്, ഇത് അപ്ഹീലിയോൻ ആണ്. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ടത് എത്ര നമ്പർ ഒന്ന് ഓർത്തു വെക്കുക. എന്തേ ഇപ്പം ഇത് പറഞ്ഞത് ക്ലാസ്സിൽ അങ്ങനെ കിട്ടില്ല. ഒരു വൈറ്റ് സ്പേസ് വരും. ആ വൈറ്റ് സ്പേസ് നിങ്ങൾ കുറച്ചു നേരം ചിന്തിച്ച് അങ്ങോട്ട് എത്തിപ്പെടുകയാണെങ്കിൽ അത് അവിടെ ഉറച്ചു. നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് പോയി. നമ്മുടെ ഹ്രസ്വകാല ഓർമ്മകളിൽ നിന്ന് ദീർഘകാല ഓർമ്മകളിലേക്ക് ഒരു കാര്യം പോവാൻ 3 ഘടകങ്ങളാണ് വേണ്ടത്. PSC പഠിക്കുന്നവർ ഓർത്തിരിക്കണം അതിൻ്റെ സയൻസ് എന്താണെന്ന്. ഒന്ന്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, നിശ്ചിതമായ ഇടവേളകളിലുള്ള ആവർത്തനം. നിശ്ചിതമായ ഇടവേളകളിലുള്ള ആവർത്തനം, അതുകൊണ്ടാണ് റിവിഷൻ ഇറ്റ്സ് എ മസ്റ്റ്. 2, നിങ്ങൾ അതിനെ ഹൃദയം കൊണ്ട് ഓർക്കുക. നിങ്ങളുടെ കുട്ടിയുടെ ജന്മദിനം നിങ്ങൾ മറക്കുവോ? നിങ്ങളുടെ ജന്മദിനം നിങ്ങൾ മറക്കുവോ? നിങ്ങളുടെ വിവാഹ ദിനം നിങ്ങൾ മറക്കുവോ? നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് നിങ്ങൾ മറക്കും. ആ ഡേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട അച്ഛനും അമ്മയും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് PSC ജോലി കിട്ടുന്ന ദിനം നിങ്ങൾ മറക്കുമോ ജീവിതത്തിൽ? എന്തുകൊണ്ടാണ്? അതിലൊരു സ്റ്റോറി ഉണ്ട്, അതിനൊരു വൈകാരികമായ അംശമുണ്ട്. സോ മനുഷ്യൻ കഥകളാണ് ഓർത്തിരിക്കുക, നമ്പറുകളും മറ്റു കാര്യങ്ങളും അവർ ഓർത്തിരിക്കില്ല. സോ ഈ നമ്പറുകളെ, മറ്റു കാര്യങ്ങളെ കഥകളാക്കി, സ്റ്റോറിയാക്കി, നിങ്ങൾക്ക് അതിൻ്റെ കാര്യകാരണ ബന്ധം ഇല്ലെങ്കിൽ പോലും നിങ്ങളായിട്ട് അതിനൊരു കാര്യകാരണ ബന്ധം ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളത് ഓർക്കും. ഈ സംഭവം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദീർഘകാലം പിടിക്കുമെന്ന്. സംഭവം ശരിയാണ്, പെട്ടെന്ന് കൂടുതൽ വിവരങ്ങൾ പഠിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ഇൻ ദ ലോങ് റൺ നിങ്ങൾ മറ്റ് പലതും മറന്നു പോവുകയും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ആ സമയത്താവും നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ ആദ്യം ഇട്ട എഫർട്ടിൽ നിങ്ങൾ മുൻപന്തിയിലെത്തിയിട്ടുണ്ടായിരിക്കും. ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ഇതാണ് സക്സസ് ആവുക. PSC മാരത്തൺ ആണ്, PSC എന്തല്ല, സ്പ്രിന്റ് അല്ല. ക്ലിയർ? അതുകൊണ്ട് മെമ്മറി ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. നോട്ടുകൾ മനോഹരമായിരിക്കണം. അർജൻസി അല്ല, ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. പലർക്കും PSCയിൽ കാലിടറി വിടുന്നത് അവിടെയാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആർദ്രതയെക്കുറിച്ച് പഠിക്കാം. ആർദ്രത എന്ന് പറയുമ്പോൾ അവിടെ അന്തരീക്ഷ പാളികളും പ്രാദേശിക കാറ്റുകളും എന്നുള്ള ഭാഗത്ത് ആദ്യം നമുക്ക് ആർദ്രത പറയാം. അവിടെ എല്ലാ ആർദ്രത വരുന്നത് ഞാൻ അറിയാതെ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നടത്തിപ്പോയതാണ്, സോറി. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകത്തിൽ ഒന്നാണ് ആർദ്രത. നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളുണ്ട്. നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജോഗ്രഫിയുടെ ഒരു പാഠം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. 2 പാഠങ്ങൾ, 10ാം ക്ലാസ്സിലെ പുതിയ 2 പാഠങ്ങൾ. ഒറ്റ ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ 29-ാം തീയതി കഴിഞ്ഞിട്ടേ നമുക്ക് സ്പീഡാക്കാൻ പറ്റുള്ളൂ. ഈ ക്ലാസ്സിൻ്റെ ഇടയിലാണല്ലോ. അതുകൊണ്ട് ഭരണഘടനയും അതും അങ്ങനത്തെ ഒരു ക്ലാസ്സും പോകുന്നുണ്ട്. ആ 2 പാഠങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിശദമായിട്ടാണ് എടുക്കുക. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷ പാളികൾ നിങ്ങൾക്കറിയാം, ടോപ്പോസ്ഫിയർ ഉണ്ട്,
സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മെസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം തൽക്കാലം നിങ്ങൾ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴത്ത്, അന്തരീക്ഷ പാളിയിലെ ഏറ്റവും താഴത്തുള്ള പാളിനെ ഓർത്തു വയ്ക്കാൻ എളുപ്പ. ഏറ്റവും ടോപ്പിലല്ല ട്രോപ്പോസ്ഫിയർ, ഏറ്റവും താഴത്താ ട്രോപ്പോസ്ഫിയർ. അപ്പൊ ഏറ്റവും മുകളിലോ അത് തെർമോസ്ഫിയറാ. തെർമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു, ആ വാക്ക് ഓർത്ത് വെച്ചാൽ മതി. തെർമോമീറ്റർ എന്തളക്കണതാ? ചൂടളക്കണതല്ലേ, ചൂടളക്കുന്ന ഒന്നല്ലേ. ഇനി തെർമോ ബാർ വരുന്നുണ്ട്, നമ്മൾ ഈ ക്ലാസ് പഠിക്കും. തെർമോ ബാർ എന്തായിരിക്കും? ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരേ ചൂടുള്ള പ്രദേശം, ബാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുല്യമാക്കി നിർത്തുന്ന സാധന, ഒരേ ചൂടുള്ള പ്രദേശം, തെർമോ ബാർ. ഇപ്പൊ തെർമോ എന്ന് പറഞ്ഞാൽ ചൂടാ. അപ്പൊ തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂടുള്ള പാളി, സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പാളി. അങ്ങനെ ആലോചിക്കുക. അതാണ് ഏറ്റവും മുകളിലത്തിന് താഴ്ത്തിയ ആളെ കിട്ടും. ഈ തെർമോസ്ഫിയറിൽ ഒരു ചങ്ങാതിട്ട് അയോണോസ്ഫിയർ ഓർത്തിരിക്കേണ്ടതാണ്. റേഡിയോ തരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, പിന്നീട് പറയാം. ഇനി മറ്റൊന്ന് സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറുമാണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പൊ ടോപ്പിലേക്കാളെ കിട്ടി, താഴത്താളെയും കിട്ടി, താഴത്താളെയും കിട്ടി, ഏറ്റവും ടോപ്പിലുള്ള ആളെയും കിട്ടി. ഇനി ഇതിന്റെ നടുവിലുള്ള രണ്ടാളുകളെ ഓർക്കേണ്ടത് സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറുമാണ്. ഈ തെർമോസ്ഫിയറിൽ നോക്കൂ, ആ മേണ്ട്. ട്രോപ്പോസ്ഫിയറിൽ നിങ്ങൾ നോക്കൂ, സ്ട്രാ എന്നുള്ളത് മാറ്റിയിട്ട് സ്ട്രോ നോക്കി നോക്കൂ, ആ ട്രാ. അപ്പൊ ട്രോപ്പോസ്ഫിയറിന്റെ അടുത്ത് സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയറിന്റെ അടുത്ത് മെസോസ്ഫിയർ. ക്ലിയർ? നമ്മുടെ കയ്യിൽ പോന്നു. ഇതൊന്നും നിങ്ങൾ ഓർത്താൽ മതി. ഈ പാളികൾ എവിടെയാണെന്നുള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റിയാൽ തന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് റിട്രീവ് ചെയ്യാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും, നിങ്ങളിതൊക്കെ മറന്നു പോകും. അപ്പൊ ട്രോപ്പോസ്ഫിയറായി, സ്ട്രാറ്റോസ്ഫിയറായി. അതിൽ എവിടെയാണ് എന്ത് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, എവിടെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇതുപോലെ ട്രോപ്പോസ്ഫിയറിൽ എന്ത് കാണപ്പെടുന്നു? ഇപ്പൊ ജെറ്റ് പ്രവാഹങ്ങൾ എവിടെ ചോദിക്കാറുണ്ട്, വിമാനങ്ങൾ പോകുന്നത് എവിടെ? നിങ്ങളൊന്ന് കണ്ടെത്ത്. ഓക്കെ. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീഴുന്ന കാറ്റിന്റെ പേരെന്താണ്? ഉത്തരം ലൂ. നമ്മൾ പറഞ്ഞതാണ്. ചുഴലിക്കാറ്റും മൺസൂണും. എന്താ ചുഴലിക്കാറ്റും മൺസൂണും? തെക്കേ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദമേഖല. നോക്കൂ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദമേഖല. അപ്പൊ അതിന്റെ പേരെന്നെ നമുക്ക് അവിടെ കിട്ടി, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമുദ്രത്തിൽ നിന്നാണ് വരുന്നത് അല്ലെ, ഇന്ത്യയിലേക്ക്. ഭൂമധ്യരേഖ കടന്നിട്ടാണ് വരുന്നത് മൂപ്പര്. ഭൂമധ്യരേഖ കടക്കുമ്പോൾ അതിന് ദിശാവ്യതിയാനം വരും. ആ ദിശാവ്യതിയാനത്തിന് കാരണമായ ഘടകം നിങ്ങൾ ഓർക്കണം. എന്തുകൊണ്ട് ആ ദിശാവ്യതിയാനം വരുന്നു? നമ്മൾ ഈ ക്ലാസിന്റെ സ്കോപ്പിൽ അത് ഒതുങ്ങില്ല, കുറച്ചു നേരം പറയാനുണ്ട്. പക്ഷെ ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ തെക്ക് പടിഞ്ഞാറൻ മൺസൂർ പിന്നീട് പിൻവാങ്ങും. ആ പിൻവാങ്ങുമ്പോൾ അതിന്റെ പേരെന്താ? കേരളത്തിൽ അതിന് തുലാവർഷം എന്നൊക്കെ പറയും. ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ അങ്ങനെ പിൻവാങ്ങുന്നതും ഏത് ഭാഗത്താണ് വരുന്നത് നോക്കുക. തെക്ക് പടിഞ്ഞാറ് നേരെ എതിര് ഭാഗത്തുനിന്ന്. ഏതാണത്? ഏതായിരിക്കും? വടക്ക് കിഴക്കനാണോ? നിങ്ങൾ നോക്കി നോക്ക്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണോ പറയുക? നിങ്ങൾ പറയൂ. അതിനെയാണ് തുലാവർഷം എന്ന് പറയുക. ഇത് നമുക്ക് ഇടവപ്പാതിയാണ്. ഇതിന് രണ്ട് ശാഖയായിട്ട് പോകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഒന്ന് ബംഗാൾ ഉൾക്കടലിലൂടെ കയറിപ്പോകും, മറ്റൊന്ന് അറബിക്കടലിലൂടെ വരും. ഈ അറബിക്കടലിലൂടെ വരുന്ന ഈ ശാഖയാണ് പിന്നീട് നമ്മുടെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണം ഈ കാറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരുന്ന ഭാഗത്ത് ഉച്ചമർദ്ദമായിരിക്കും. ആ തെക്ക് പടിഞ്ഞാറ് അപ്പൊ ഉച്ചമർദ്ദമാണ്. അപ്പൊ തെക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ ഉച്ചമർദ്ദമായിരിക്കണം. ആ ഉച്ചമർദ്ദത്തിന് കാരണമാകുന്ന ഉച്ചമർദ്ദ മേഖലയ്ക്ക് പറയുന്ന പേരാണ് മസാക്കറിൻ ഹൈ. നമുക്ക് വിശദമായ ഒരു ക്ലാസ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ കാണാം, വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ആ മസാക്കറിൻ ഹൈ ചോദിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലയിൽ ചുഴലിക്കാറ്റുണ്ടാവും. എന്താ കാരണം? ഉഷ്ണമേഖലയിലാണ് ചുഴലിക്കാറ്റ് ധാരാളമായിട്ട് ഉണ്ടാവുക. എന്താ കാരണം? ഉഷ്ണമേഖലയിൽ സൂര്യന്റെ ചൂട് നേരിട്ട് പതിക്കുകയാണ്.
അങ്ങനെ പതിക്കുമ്പോൾ അവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് വരും. മുകളിലേക്ക് വരുമ്പോൾ ചുറ്റുപാടുമുള്ള വായു ഇങ്ങോട്ട് വരും. 3 ഭാഗത്തുനിന്നും 4 ഭാഗത്തുനിന്നും വായു ഇങ്ങോട്ട് വന്നാൽ എന്താ ഉണ്ടാവുക? കടന്നാണ്ട് തിരിയാൻ തുടങ്ങും. അവിടെ നിന്നും വരണു, ഇവിടുന്നും വരണു, ഇവിടുന്നും വരണു, ഇവിടുന്നും വരണു. എങ്ങനെയാ അവർ പോവുക? നടുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സർക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ടോ അവിടെ നിന്ന് ചുഴറ്റി മുകളിലേക്ക് വായു കൊണ്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഇവിടെ നടുവില് ചൂട് കൂടുതലാ അല്ലേ? ഉഷ്ണമേഖലയിൽ അവിടെ എന്താ ഉണ്ടാവുക? ചൂട്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കാരണം മസാക്കറിൻ ഹൈ ആണ്. ഇനി ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു അല്ലേ? ഇനി അവിടെ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളാണ്. അപ്പൊ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ വായു വരികയാണ്. ആ വായു കടന്ന് തിരിയാണ്. അവിടെ നല്ല ഉഷ്ണമായതുകൊണ്ട് മോളിക്ക് പോവുകയാണ്. അതിനറിയപ്പെടുന്ന പേരാണ് ഹരിക്കെയിൻ. അത് അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? ഹരിക്കെയിൻ. അറ്റ്ലാന്റിക് മേഖലയിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾക്കുള്ള പേര് ഹരിക്കെയിൻ. അപ്പോ അറ്റ്ലാന്റിക്, കിഴക്കൻ പസഫിക്. ടൈഫൂണിൽ അത് അറിയപ്പെടുക പശ്ചിമ പസഫിക്കിൽ ടൈഫൂൺ എന്നാണ് അറിയപ്പെടുക. സൈക്ലോൺ എന്നറിയപ്പെടുക ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അപ്പൊ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ അല്ലേ, മൺസൂൺ കാലത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും സൈക്ലോൺ രൂപപ്പെട്ടു, കനത്ത മഴ എന്നൊക്കെ പറയാറില്ലേ, ന്യൂനമർദ്ദാണെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുമ്പോഴാണ്. അതേ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് മേഖലയിലോ കിഴക്കൻ പസഫിക്കിലോ രൂപപ്പെടുകയാണെങ്കിൽ അത് ഹരിക്കെയിൻ എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ നോക്കൂ, അറ്റ്ലാന്റിക്, കിഴക്കൻ പസഫിക് ഹരിക്കെയിൻ, സൈക്ലോൺ ഇന്ത്യൻ മഹാസമുദ്രം, പശ്ചിമ പസഫിക്കിൽ ടൈഫൂൺ, വില്ലി വില്ലീസ് ഓസ്ട്രേലിയ. നമ്മൾ എങ്ങനെ ഓർക്കുക? ഓസ്ട്രേലിയ, വില്ലി വില്ലീസ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു വില്ലയുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോയി ഭയങ്കര ഒരു ബിസിനസ് എന്തായി മാറിക്കുന്നു? ടൈഫൂൺ ആയി മാറിയിരിക്കുന്നു. വെറുതെ ആലോചിക്കുക, വെറുതെ ബിസിനസ് ടൈഫൂൺ. അദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം പണ്ടത്തെ കാലത്ത് നാട് വിട്ടു പോയതാണ്. അരി വീട്ടിലില്ലാത്തതുകൊണ്ട് അരി കിട്ടാൻ വേണ്ടി അറ്റ്ലാന്റിക് കടന്ന് കിഴക്കൻ പസഫിക്കിലേക്ക് പോയ ആളാണ്. വെറുതെ ഒരു കഥ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഈ കഥ നിങ്ങളൊന്ന് എഴുതി നോക്ക്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് ഓർത്തിട്ടുണ്ടായിരിക്കും. എൻ്റെ കഥയല്ല, നിങ്ങളുടെ കഥ എഴുതുക നിങ്ങൾ. ഓക്കെ, ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ, അന്തരീക്ഷവും ശിലകളും. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതല്ല? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ആണോ? ഇപ്പൊ അറിയാത്തവരെന്ന് കമന്റ് ചെയ്യ്. ആണോ? അല്ല, നിങ്ങൾക്കറിയാം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഇപ്പൊ ട്രോപ്പോസ്ഫിയർ ആണെന്നറിയാം. ഒന്നാമത്തെ പ്രസ്താവന തെറ്റ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊക്കെ ശിലകളെ നമ്മൾ കുറിച്ച് പഠിച്ചു? അവസാദ ശിലയിൽ നമ്മൾ പഠിച്ചത് പൊടിഞ്ഞു പൊടിഞ്ഞുണ്ടാവുന്നത് മണലും ചുണ്ണാമ്പുമാണ്. 1ഉം 2ഉം തെറ്റാണ്. ബാക്കി അവിടെ തന്ന ശരിയായ പ്രസ്താവന നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഗ്രാനൈറ്റ് എന്താണ്? ഒരു തരം ആഗ്നേയശിലയാണ്. മാർബിളും ഗ്രാനൈറ്റും ആഗ്നേയല്ല, കായാന്തരിത ശിലയാണ്, അവസാദ ശിലയല്ല. അവിടെ ഞാൻ എഴുതിയെടുത്തൊരു തെറ്റുണ്ട്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എന്താണ് എന്നാണ് ചോദിച്ചുള്ളത്. ഈ ചോദ്യം മാറിപ്പോകാം. ഈ 66യുടെ ഒപ്പം തന്നെ 23 തരും. 66യുടെ ഒപ്പം തന്നെ 23 തരും. പലരും തെറ്റിക്കും. നോക്കൂ, ഭൂമി തിരിയുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നതിനെ പരിക്രമണം എന്ന് പറയും. എന്നാൽ ഭൂമി സ്വയം തിരിയുന്നതിനെ ഭ്രമണം എന്ന് പറയും. ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഓർബിറ്റിലൂടെയാണ്, ഒരു പരിക്രമണ പഥത്തിലൂടെയാണ് അത് ഭൂമി ചുറ്റുന്നത്. അങ്ങനെ ഭൂമി ചുറ്റുമ്പോൾ അത് ഇങ്ങനെ നേരെയല്ല ചുറ്റണത്, ഒരു ചെറിയ ചെരിവിട്ട് കൂട്ടരുത്. ഒരു ചെറിയ ചെരിവ്, ഇതങ്ങനെ നേരെയല്ല. ഇങ്ങനെയുള്ള ഒരു സാങ്കല്പിക അച്ചുതണ്ടിന് ചുറ്റും ഇങ്ങനെ തിരിയല്ല, സ്വയം തിരിയല്ല ചെയ്യുന്നത്, മറിച്ച് ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ടാണ് തിരിയുന്നത്. ഈ ചെരിവ് മൂപ്പര് പരിക്രമണ വേളയിൽ മുഴുവൻ തീർത്തും, അതായത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മാറില്ല. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ പരിക്രമണ തലം ഇതാണെന്ന് വിചാരിച്ചോളൂ. ഒരു പേപ്പർ ഉണ്ട് പരിക്രമണ തലം. ഒരു പരിക്രമണ തലം എന്ന് പറഞ്ഞ ഒരു പേപ്പറിലാണ് ഈ സർക്കിൾ വരച്ചിങ്ങനെ വിചാരിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ ഭൂമിക്ക് ഇവിടെ നിന്നുള്ള ലംബത്തിൽ നിന്നുള്ള ചെരിവാണ് 23.5. ലംബത്തിൽ നിന്നാണ് ഏറ്റവും ചെരിവ് കുറവ്. അതായത് ഇങ്ങനെ നിൽക്കുന്ന ഭൂമി ഇങ്ങനെയാണ് ചുറ്റുന്നത്.
ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ വിരലാണ് അതിന്റെ എന്താ പറയുക സാങ്കല്പിക അച്ചുതണ്ട്. നമ്മൾ വിചാരിക്കുക ഭൂമി ഇങ്ങനെ ചുറ്റണമെന്നല്ല, ഭൂമി ഒന്ന് ചെരിഞ്ഞിട്ടാ. അപ്പോ ഈ ഇതിനെ പറയാ കുത്തനുള്ളതിനെ പറയാ ലംബം എന്നാ പറയാ. ഇങ്ങനെയുള്ളത് 23.5 ഡിഗ്രിയാ. ഇങ്ങനെ നേരെ നിൽക്കുമ്പോഴാണ് 90 ഡിഗ്രി എന്ന് പറയാ. അതിൽ 23.5 എങ്ങോട്ട് പോയി. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തിരശ്ചീനം എന്ന് പറയാ. ഇതിനെയാണ് തിരശ്ചീനം എന്ന് പറയാ, ഹൊറിസോണ്ടൽ എന്ന് പറയാ. അപ്പൊ അത് 23 ആണെങ്കിൽ ബാക്കി 90ലേക്ക് 66.5. അപ്പൊ തിരശ്ചീന തലത്തിൽ നിന്ന് കൂടുതൽ 66.5, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറവ് 23.5. അപ്പൊ ലംബത്തിനോടാണ് 23.5, തിരശ്ചീന തലത്തിനോടാണ് 66. ഈ ചോദ്യം പലർക്കും നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശീയ കോണളവ് 66.5 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ചെരിവാണ് ഭൂമിയിലെ ഋതുക്കൾ ഉണ്ടാക്കാനുള്ള കാരണം. അതായത് പരിക്രമണം, ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഋതുക്കൾ ഉണ്ടാവാനുള്ള കാരണം. ഭൂമിയുടെ പരിക്രമണവും ഭൂമി സൂര്യനെ ചുറ്റുന്നതും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാവാനുള്ള കാരണം. എന്നാൽ ദിനരാത്രങ്ങൾക്ക് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഓർത്തിരിക്കുക, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്തൊന്ന് വന്നത് നദികളും ഭൂരൂപങ്ങളും എന്നുള്ള ഭാഗത്തിൽ നിന്നാണ്. അനർഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? താപ്തി നദിയുടെ പോഷക നദികളാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉപദ്വീപീയ നദികളും അതുപോലെ തന്നെ എന്തും തന്നിട്ടുണ്ട്, ഹിമാലയൻ നദികളും തന്നിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. 10ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകം എഴുതിയാൽ മതി. എന്നിട്ട് ഉപദ്വീപീയ നദികളും അതുപോലെ തന്നെ ഹിമാലയൻ നദികളെയും പറയാം. ആ നദികളുടെ ഉപദ്വീപീയ നദികളെ പഠിച്ചു വെക്കണം. അവിടെ നിന്നാണ് ഈ ചോദ്യം വരാറ് 90%. പെനിസുലാർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പെനിസുലാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഉപദ്വീപീയ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരി പോലുള്ള നദികൾ എവിടേക്കാണ് ഒഴുകിപ്പോകുന്നത്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. എന്നാൽ വളരെ കുറഞ്ഞ നദികളാണ് ഇന്ത്യയെ ഓർക്കുമ്പോൾ നമ്മൾ പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് പോകുന്നുള്ളൂ. അതിലൊരു നദി താപ്തിയാണ്, മറ്റൊരു നദി നർമ്മദയാണ്, ഹിമാലയൻ നദികളിൽ സിന്ധുവാണ്. പിന്നെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയുണ്ട്. ആ നദി കൂടി ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട നദികളും ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യയെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അറബിക്കടലിലേക്ക് പോകുന്ന നദി ഏതാ, അറബിക്കടൽ നദീവ്യൂഹത്തിൽപ്പെട്ട നദി ഏതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എളുപ്പമാണ് സിന്ധുവിനെ ഓർക്കുക, നർമ്മദയും താപ്തിയും ഓർക്കുക. ആ നർമ്മദയും താപ്തിയും സിന്ധുവും ലൂണാർ നദികളും. ലൂണാർ നദി പിന്നെ മറ്റേ നേരിട്ട് പോകുന്നില്ല, കരബന്ധിത നദിയാണ്. കരയിൽ നിന്ന് തുടങ്ങി കരയിൽ അവസാനിക്കുന്ന നദിയാണ്. എങ്കിൽ പോലും മൂപ്പരുടെ നീർക്കെട്ടൊക്കെ എവിടേക്കാണ് വരുന്നത്? അറബിക്കടലിലേക്കാണ് വരുന്നത്. ബാക്കി എല്ലാ നദികളും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളും എവിടേക്കാണ് പോകുന്നത്? അത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അപ്പൊ ആ നദികളുടെ മുഴുവൻ പേര് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ട, ധാരണ ഉണ്ടായാൽ മതി. ഇപ്പൊ മഹാനദിയും ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ഇനി കേരളത്തിലെത്തിയാൽ കേരളത്തിലെ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കേരളത്തിൽ 44 നദികളാണ്. ആ 3 നദികൾ എന്ന് പറഞ്ഞാൽ കബനി, ഭവാനി, പാമ്പാറ്. എപ്പോഴും ഇന്ത്യ ചിന്തിക്കുന്നതിനെതിരായിട്ടാണ് കേരളം ചിന്തിക്കുക, അല്ലെ? നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇന്ത്യ അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസിനെ തള്ളി. അപ്പൊ കേരളം അടിയന്തരാവസ്ഥയെ അനുകൂലമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇന്ത്യയിൽ ആകെ BJP തരംഗം വരുമ്പോൾ കേരളം വേറെ ചിന്തിക്കും. കേരളം ഇന്ത്യയുടെ ഭാഗമാട്ടാ. നമ്മളിപ്പോൾ ഒരു പാർട്ടിനെ കുറിച്ച് പറഞ്ഞതല്ല. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളം മുന്തിയ സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളും പലതരത്തിലും നമ്മളെക്കാട്ടിലും മുന്നോട്ടും പിറകോട്ടും ഒക്കെ ഉണ്ട്. ആരും ഒരാൾ മറ്റൊരാളേക്കാൾ കേമനാണ് എന്നുള്ളതല്ല. നമുക്ക് നമ്മുടെ സവിശേഷതകളുണ്ട്, അവർക്ക് അവരുടെ സവിശേഷതകളുണ്ട്. പലരും പറയാറുണ്ട് കേരളം ആകെ മോശമാണെന്ന്. ഏറ്റവും കൂടുതൽ PSC അപ്പോയിന്റ്മെന്റ് നടന്ന സംസ്ഥാനമാണ് കേരളം. കുറേ നമുക്കറിയാം, ആശുപത്രിയുടെ രംഗത്തൊക്കെ സത്യസന്ധമായിട്ട് പറയാം പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ സർക്കാർ പറയുന്നത് അതിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ടാണ്. തള്ളലൊക്കെ ഉണ്ട്, ഇല്ലാതൊന്നും പറയണില്ല. എൻ്റെ കാലല്ലേ ഇപ്പോ, അല്ലേ? തള്ളലില്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ കേരളം ആകെ മോശമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കേണ്ട. കേരളം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാട്ടിലും പല കാര്യത്തിലും മുന്നിലാണ്. എന്നാൽ പല കാര്യങ്ങളിലും പല സംസ്ഥാനങ്ങളും നമ്മുടെ മുന്നിലാണ്. നമ്മളെപ്പോഴും മുന്നോട്ട് പോവുകയാണല്ലോ വേണ്ടത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കണ്ട. എല്ലാ സർക്കാരുകളും നമ്മുടെ നാട്ടിൽ ഗുണം ചെയ്തിട്ടുണ്ട്. താരതമ്യേന നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ ഈ കേൾക്കുന്ന അത്ര രാഷ്ട്രീയക്കാർ മോശമല്ല, അതുകൂടി നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കേൾക്കുന്നില്ലേ ഒക്കെ പിൻവാതിൽ നിയമനമാണെന്ന്? വെറുതെ പറയാണ്. ഞാൻ സർക്കാർ ഓഫീസിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ.
അപ്പോൾ ഞാനങ്ങനെ പിൻവാതിൽ നിയമനമൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വരും, അവരൊന്നും അധികം സ്ഥിരപ്പെടാറില്ല. എന്നാൽ സ്ഥിരപ്പെടുന്ന ആറുമുണ്ട്. അത് ചെയ്തത് തെറ്റുമാണ്, പക്ഷെ അതൊക്കെ വളരെ കുറവാണ്. പക്ഷെ ആളുകൾ നെഗറ്റീവിലേക്കാണ് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ഒരുപാട് പേര് മോശക്കാരുണ്ട്. മോശക്കാരായിട്ടുള്ള ആളുകളിൽ തന്നെ അവർ നല്ലവരും ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ സാമാന്യവൽക്കരിക്കരുത്, ഒന്ന് പരിശോധിച്ച് നോക്കുക അതൊക്കെ ശരിയാണോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ അവസരമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ രേഖകളെടുത്ത് പരിശോധിച്ചോ, നിങ്ങൾക്ക് അറിയാം കേരളത്തിലാണ്. അത് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ മാത്രം ഗുണമല്ല, എല്ലാ സർക്കാരുകളും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അത് കേരളീയരുടെ ഒരു പൊതു സ്വഭാവമാണ്. ഓക്കെ, അത് വൈകുണ്ഠസ്വാമികൾ തൊട്ട് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളിലും മുന്നോട്ട് നിന്നവരാണ്. അപ്പം ഗോദാവരി നദി പ്രധാന വസ്തുതകൾ എന്തെല്ലാമാണ്? ഗോദാവരി നദി എന്ന് പറയുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി നദി എന്ന് പറയുന്നത്. ഗോദാവരി നദി എന്ന് പറയുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗയാണ്. അതേസമയം ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ദക്ഷിണേന്ത്യയാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ പ്രധാനമായിട്ടും വരുന്നത്. മറ്റു ചില മധ്യ ഇന്ത്യയുടെ ഭാഗവും വരുന്നുണ്ട്. ആ ഉപദ്വീപീയ ഇന്ത്യയുടെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. അതുകൊണ്ട് അതിനെ ദക്ഷിണ ഗംഗ എന്ന് പറയുന്നു. കണക്ഷൻ മനസ്സിലായോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. എന്നാൽ തെക്കേ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ നദി ഗോദാവരി എന്ന് എടുക്കാം. ആ ഗോദാവരിയെ എടുത്താൽ അങ്ങനെ പറയുമ്പോൾ അത് ദക്ഷിണ ഗംഗ എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. നദികളും ജലവിഭാജകങ്ങളും. ഈ ചോദ്യം പുതിയ SCERT ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വന്നതാ. ജലവിഭാജകം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അതിലൊന്നാണ് ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദികളുടെ പോഷക നദികളാണ്? ഇത് 10ാം ക്ലാസ്സിലെ പഴയ പുസ്തകത്തിൽ നിന്ന് ഗോദാവരി. അതേസമയം ജലവിഭാജകം എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. ഉപദ്വീപീയ നദികളിൽ, ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയെയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൽ നിന്ന് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ മുഴുവൻ പടിഞ്ഞാറോട്ട്. കാരണം പശ്ചിമഘട്ടത്തിന്റെ ഇവിടുത്തെ ചെരിവ് പടിഞ്ഞാറോട്ടാ. എന്നാൽ തമിഴ്നാട്, ഗുജറാത്ത് ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ നദികൾ പലതും എവിടേക്ക് പോകുന്നുണ്ട്? അത് അവിടെ നിന്ന് നദികൾ പോകുന്നുണ്ട്. ആ നദികൾ കിഴക്കോട്ട് പോകും. കാരണം കിഴക്കോട്ടാണ് അതിന്റെ ചെരിവ്. അപ്പോ അതിനെ വിഭജിക്കുന്ന ജലവിഭാജകമാണ്. രണ്ട് നീർക്കെട്ടുകളെ വിഭജിക്കുന്ന ജലവിഭാജകമാണ് അതിന് പറയുന്ന പേര്. ഓർത്തു വെക്കുക, ആ ജലവിഭാജകം പശ്ചിമഘട്ടമാണ്. ഇത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് കയറി വന്നതാണ്, പുതിയ പാഠപുസ്തകത്തിന്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഗോദാവരി, കൃഷ്ണ, കാവേരി നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നർമ്മദ, താപ്തി. പിന്നെ ഞാൻ പറഞ്ഞു കേരളത്തിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ്. കബനി, ഭവാനി, പാമ്പാർ കാവേരി നദികളുടെ എന്തായിട്ടുള്ള നദികളാണ്? കാവേരി നദികളുടെ പോഷക നദികൾ. കാവേരി നദിയുടെ പോഷക നദികളായ കബനി, ഭവാനി, പാമ്പാർ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഓർക്കുക. മണ്ണും ശിലകളും. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞു, കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിലാണ് കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. അവിടെ തന്നെ ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയിൽ ശരിയായി വിവരിക്കുന്നു? ഇതും ഇപ്രാവശ്യത്തെ 9ഓ 10ഓ ക്ലാസ്സിലെ പാഠഭാഗത്തുനിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പാഠഭാഗത്ത് നിന്ന് വന്ന ഒരു ഭാഗമാണ്. ആ കാലഘട്ടത്തിന് ഒരു പേര് പറയും. പണ്ട് +2-ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ, ഞാൻ എവിടെയാണ് ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്, നമ്മളിത് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പാഠഭാഗം. അപ്പോൾ അതൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡെക്കാൻ ട്രാപ്പ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ്. എന്തെന്ന് പറയുന്നത്? ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീരദേശ ഭൂരൂപങ്ങളും മരുഭൂമി രൂപങ്ങളും ഇത് നമ്മൾ പറഞ്ഞു. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ വിശദീകരണം പറഞ്ഞു. താഴെ പറയുന്നവയുടെ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേത്? അത് നമ്മൾ പറഞ്ഞു. ടെറായി ആണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിലകളുടെ തരങ്ങൾ. ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ആഗ്നേയശിലയ്ക്ക് ഏതാണ് ഉദാഹരണമല്ലാത്തത്? അതിനൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഭൂമിയുടെ ആന്തരിക ഘടനയാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയവയും
ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ പാളി ഏതാണ്? മാന്റിൽ ആണ്. നേരത്തെ നമ്മൾ അന്തരീക്ഷ പാളികളെ പറഞ്ഞതുപോലെ ഭൂമിക്കും പാളികളുണ്ട്. ആ ഭൂമിയുടെ പാളികളിൽ ഒന്ന് വരുന്നതാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഒരു പാളിയാണിത് മാന്റിൽ. ഭൂമിയുടെ പ്രധാനപ്പെട്ട പാളി ഏതെല്ലാമാണ്? ഓർത്തിരിക്കണം, ഭൂവൽക്കം ഏറ്റവും പുറത്തെ പാളി, അത് കഴിഞ്ഞാൽ മാന്റിൽ, അത് കഴിഞ്ഞാൽ അകക്കാമ്പ്. അകക്കാമ്പ് ഓർത്തു വെക്കാൻ എളുപ്പമാണല്ലോ, അകത്തുള്ള കാമ്പാണല്ലോ ഏറ്റവും ഉള്ളില് അകക്കാമ്പ്. പുറത്തേതാ? ഭൂവൽക്കം. ഭൂമിയല്ലേ ഈ പുറത്ത് കാണുന്നത്, അപ്പൊ ഭൂവൽക്കം. നടുവിലുള്ള ആളാണ് ആര്? മാന്റിൽ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോ അകക്കാമ്പ്, മാന്റിൽ, ഭൂവൽക്കം. അതിൽ 84% എന്താണ്? ഭൂമിയുടെ മാന്റിലാണ്. ഭൂമിയെ നമ്മൾ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നടുവിലായിട്ട് അകക്കാമ്പ് കാണും, അതിനെ ചുറ്റി മാന്റിൽ കാണും, ഏറ്റവും പുറത്ത് നമ്മുടെ സമുദ്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വൻകരകളും അടങ്ങുന്ന എന്തും കാണും? ഭൂവൽക്കവും കാണും. അതെങ്കിലും ഓർത്തിരിക്കണം. അതിൽ 84% എന്താണ്? മാന്റിലാണ്. ഓർക്കുക. മാന്റിലിന്റെ സവിശേഷതകൾ: ഭൂമിയുടെ ഏറ്റവും വലിയ പാളിയാണ്. സിലിക്കേറ്റ് ധാതുക്കൾ പ്രധാനമായും. എവിടെ നിങ്ങൾ ഓർക്കേണ്ട? സിയാൽ സിമ. എന്താ സിയാലും സിമയും? ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്, പരീക്ഷയ്ക്ക് വരും. സിയാൽ സിമ എന്താണ്? വൻകരയും സമുദ്രത്തിന്റെ അടിത്തട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സിയാല് സിലിക്കൺ ഉണ്ട്. AL എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ്. സിമയിൽ MA എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യമാണ്. എന്താണ് സിയാലും സിമി? അപ്പോ സിലിക്കേറ്റ് എവിടെയും കാണുന്നുണ്ട്, മാന്റിലും കാണപ്പെടുന്നുണ്ട്. 2900 മീറ്റർ ആഴമാണ്. ഇനി 1995 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബൊക്കാറോയിലാണ്. റഷ്യയുടെ സഹായത്തോടെ 59 ബൊക്കാറോ. ഓർത്തിരിക്കണം, നിങ്ങൾ കോഡുണ്ടാക്കൂ. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ടതാണ് ടാറ്റ ജംഷഡ്പൂർ 1907 ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്കുശാല. അവിടെ എന്തെന്ന് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പണ്ടത്തെ ഒരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് ഈ ചോദ്യങ്ങൾ കയറി വരുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അതിൽ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗത്തും ഈ ഇരുമ്പുരുക്കുശാലകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ചോദ്യം കയറി വന്നിട്ടുള്ളത്. അങ്ങനെ ഓർക്കേണ്ടതാണ് നിങ്ങൾ. ടാറ്റ ജംഷഡ്പൂർ, റൂർക്കല ജർമ്മൻ സഹായം, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായം, ബീലായി സോവിയറ്റ് സഹായം, ബൊക്കാറോ സോവിയറ്റ് സഹായം ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊന്നാണല്ലോ നിങ്ങൾക്കറിയാലോ, നദികളും നഗരങ്ങളും ചോദിക്കുന്നു. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്തയാണ്. അതിന് SCRT ബാക്കും അല്ല മുൻകാല ചോദ്യങ്ങളിൽ വന്നത്. ഡൽഹിയും ആഗ്രയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. യമുന നദിയുടെ തീരത്താണ്. നിങ്ങൾ ഓർക്കേണ്ടത്, ആഗ്രയെ ഓർക്കേണ്ടത് നിങ്ങൾ താജ്മഹലാണ്. ആ താജ്മഹലിന്റെ അടുത്താണ്, അത് യമുന നദിയുടെ തീരത്തു കൂടിയാണ്. നമ്മൾ താജ്മഹലിലേക്ക് പോവുക ഡൽഹിയിൽ നിന്നാണ്. അപ്പൊ യമുന നദിയുടെ തീരത്തുള്ള മറ്റൊരു കൊട്ടാരം കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ഡൽഹി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഓർക്കേണ്ടത്, മുഗളന്മാരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുമ്പോൾ ഒരു സ്ഥലമാണ് ഡൽഹി. അതുപോലെ തന്നെ ആഗ്ര. ഒരു മുഗളനാണല്ലോ താജ്മഹൽ പണി കഴിപ്പിച്ചത്, ഷാജഹാൻ ആണല്ലോ. അങ്ങനെ ഓർക്കുമ്പോൾ ഡൽഹിയും ആഗ്രയും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. അത് യമുന നദിയുടെ തീരത്താണ്. കൊൽക്കത്ത ഹുഗ്ലി നദിയുടെ തീരത്താണ്. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന നദിയാണ് ഹുഗ്ലി നദി. കൊൽക്കത്ത. അഹമ്മദാബാദിനെ ഓർക്കുമ്പോൾ അഹമ്മദാബാദ് മിൽ സമരം. ഗുജറാത്ത് ഗാന്ധി സബർമതി. സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദാബാദ്. നോക്കുക, കണക്ഷൻ അർത്ഥം വെച്ചാൽ മതി. അഹമ്മദാബാദ് മിൽ സമരം നിങ്ങൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്? ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിയുടെ ആശ്രമത്തിന്റെ പേരെന്താ? സബർമതി. അത് ഗുജറാത്തിലാണ്. അപ്പൊ സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദാബാദ്. വാരാണസി, ഗംഗ പുണ്യ നദിയാണ്. അതിന്റെ തീരത്താണ് വാരണാസിയും ഋഷികേശും ഒക്കെ വരുന്നത്. അപ്പോ വാരണാസി ഗംഗാ നദി. ഇനി ഉണ്ടാവുന്നത് ആലുവ പെരിയാർ നദിയാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള നദി പട്ടണങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അവിടെ ഒരുപാട് സാംസ്കാരിക കേന്ദ്രങ്ങളാണുള്ളത്. പെരിയാറിന്റെ തീരത്തുള്ള ആലുവ പെരിയാർ നദിയുടെ തീരത്താണ്. ഇനി ഇതിലൊന്നല്ലേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ? നാസിക്, ഗോദാവരി. നാസിക് എന്താണ്? ഗോദാവരി. ഒരു മല്ലന്മാരുടെ ഗോദയിൽ 2 ആൾക്കാർ ഇടിച്ചു. ഒരാളുടെ നാസിക മൂക്ക് പൊടിഞ്ഞുപോയി. അപ്പോ നാസിക് എവിടെയാണ്? ഗോദാവരിയാണ്. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്.
പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞാൽ മഴയെ പശ്ചിമഘട്ടം തടുക്കും. ഏത് ഭാഗത്ത്? പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പൊ കിഴക്കൻ ഭാഗത്ത് മഴ കിട്ടില്ല, കാരണം മഴ മുഴുവൻ ഇവിടുന്ന് കടന്നുപോയി. അതാണ് മഴനിഴൽ പ്രദേശം. അങ്ങനെ മഴനിഴൽ പ്രദേശത്ത് കേരളത്തിൽ ഒരു വന്യജീവി കേന്ദ്രം ഉണ്ടാവില്ല, കാരണം കേരളത്തിൽ മഴ കിട്ടുന്ന സ്ഥലം. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്. അതേതാണ്? ചിന്നാർ. ചെറിയൊരു സ്ഥലം, ചെറുത്. ചിന്നാറാണ് മഴനിഴൽ പ്രദേശത്ത്. അപ്പോൾ അത് ചിന്നാർ എന്ന് കിട്ടി. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ഓർക്കാൻ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത് ഇടുക്കിയിലാണ്. മഴനിഴൽ പ്രദേശത്തുള്ള ഏക സങ്കേതമാണ്. അവിടെ ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്നു. നക്ഷത്ര ആമ, രണ്ടും പുതിയ വാക്കുകളാണല്ലോ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ. മനസ്സിലേക്ക് കൊണ്ടുവരും ഒരു ആമേനെ. നക്ഷത്രത്തിന്റെ പുറത്ത് നക്ഷത്ര ചിഹ്നമുള്ള ഒരു ആമ. മനസ്സിൽ കണ്ടൊരു ഗോൾഡൻ കളർ ഉള്ളത്, അങ്ങനെ നല്ലട്ടാ. ഒരു ഗോൾഡൻ കളറുള്ള ആമേനെ കണ്ടു. ഒരു മലയണ്ണാനെ കണ്ടുവോ? എങ്ങനെയുള്ള മലയണ്ണാനാ? ഒരു ചാമ്പയ്ക്ക മരത്തിന്റെ മുകളിലുള്ള ഒരു മലയണ്ണാനെ കണ്ടു. നിങ്ങൾ ആ ചാമ്പയ്ക്ക മരവും നിങ്ങൾ ഇടുക്കിയിലേക്ക് ടൂർ പോയിക്കാണ്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്ക്, നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. നിങ്ങളൊന്നും ചെയ്തു നോക്ക്. മറ്റ് പ്രധാനങ്ങൾ: പെരിയാറാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. ആന സംരക്ഷണത്തിന്റെ സ്ഥലമാണ് മുത്തങ്ങ, പറമ്പിക്കുളം, കന്നിമരം. മറ്റ് പ്രത്യേകതയുണ്ട്. പറമ്പിക്കുളം ഏതാണ്? പോത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഡാമുണ്ട് അവിടെ, അതുമായി ബന്ധപ്പെട്ട്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരച്ചിട്ടുള്ള രേഖകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്. ആ ഭൂപടങ്ങളെ കുറിച്ച് 10ാം ക്ലാസ്സിലെ പഴയ പാഠത്തിൽ പറയുന്നുണ്ട്. ഇനി വരുന്ന 10ാം ക്ലാസ്സിൽ വരും. ആ ഭൂപടങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് ധാരാതലീയ ഭൂപടങ്ങൾ. മറ്റേ ഭൂപടം ഗ്രാമീണ ഭൂപടമൊക്കെ ഉണ്ട്. അത് നമ്മുടെയൊക്കെ ഭൂമിയുടെ സർവേ ഒക്കെ കാണിക്കുന്ന ഭൂപടങ്ങളാണ്. എന്നാൽ ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രകൃതി നിർമ്മിതമായ എല്ലാ സാധനങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ ധാരാതലീയ ഭൂപടങ്ങളിൽ ചില രേഖകൾ കാണാം. നമ്മുടെ അക്ഷാംശം, രേഖാംശം പോലുള്ള ചില രേഖകളില്ലേ, അതുപോലെ ധാരാതലീയ ഭൂപടങ്ങളിലും ചില രേഖകളുണ്ട്. അതിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ നോർത്തിങ്സ് എന്ന് പറയും. വടക്ക്, നോർത്ത്. എന്നാൽ ഈസ്റ്റിങ്സ് ഉണ്ട്, അത് കിഴക്ക് പടിഞ്ഞാറാണ്. അപ്പൊ കിഴക്കും വടക്കുമാണ് ഓർത്ത് വെക്കുക. ഓക്കെ, കിഴക്കും വടക്കുമാണ് ഓർത്ത് വെക്കുക ഈസ്റ്റിങ്സ്. നോർത്തിങ്സ് വടക്ക് തെക്ക് ദിശയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി ഡോഡാബോട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം നീലഗിരിക്കുന്നാണ്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. പഴയകാലത്ത് ചോദിച്ചിട്ടുണ്ട്, പുതിയ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും വന്നിട്ടുണ്ട്. പ്രധാന ഭൂമിശാസ്ത്ര രേഖകൾ. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? സമയം നിർണ്ണയിക്കാവുന്ന രേഖകളാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. അത് കടന്നു പോകുന്നത് ഗ്രീൻവിച്ചിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി മെറിഡിയൻ രേഖ എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് രേഖ കൂടിയാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഉത്തരായന രേഖ. ആ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഒഡീഷയാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്നത് 23.5 ഡിഗ്രിയാണ്. എങ്ങനെ ഓർക്കാം? ഉത്തരായന രേഖയെയും ദക്ഷിണായന രേഖയെയും ഓർക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളൊരു എളുപ്പ വഴി ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് നോക്കുക. 23.5 ഡിഗ്രിയാണ്. ആ 23.5 ഡിഗ്രിയുമായി കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും പറയുന്നത്. അപ്പോൾ ഉത്തരായന രേഖ വടക്ക് 23.5 ഡിഗ്രിയിലാണ്. ആ രേഖയാണ് പ്രധാനപ്പെട്ട രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന രേഖ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിൽ ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, ത്രിപുരയുണ്ട്, മിസോറാം ഉണ്ട്. മിസോറാമും ത്രിപുരയും ചേർന്നാൽ MT ആയി. JCB ജാർഖണ്ഡ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ബംഗാൾ ഉണ്ട്. ഇപ്പൊ MT എന്ന് പറയുമ്പോൾ MTയുടെ JCB. ഇനി നോക്കൂ, ഗുജറാത്തും രാജസ്ഥാനും മധ്യപ്രദേശും കൂടി ഒരു കോഡ് ഉണ്ടാക്കിയ ഒരു ഫെമിലിയർ കോഡ് ഉണ്ട്. എന്താണെന്ന് ഓർത്ത് നോക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കോഡ് ഉണ്ടാക്കൂ. MTയുടെ JCB മറ്റൊന്നും കൂടി എൻ്റെ ഓർത്തോളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആ 8 സംസ്ഥാനങ്ങളെയും കിട്ടും.
കേരളത്തിലെ കൃഷിയും ധാതുക്കളും കേരളത്തിൽ ഏറ്റവും കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം തീവ്ര ഉപജീവന കൃഷി. അതായത് നമ്മൾ വലിയ കൃഷി നടത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ആളുകൾ കൃഷി ചെയ്യുന്നത്. ഉപജീവനത്തിന് വേണ്ടി തീവ്രമായ കൃഷി. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത് വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു ഏതാണ്? കേരള തീരത്ത് ധാരാളം ധാതുക്കളുണ്ട്. ആ ധാതുക്കളെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ഉത്തരം ഇൽമനൈറ്റ് ആണ്. അപ്പൊ ടൈറ്റാനിയത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഇൽമനൈറ്റ് ആണ്. കേരളത്തിലെ തീരപ്രദേശത്തുള്ള ധാതുക്കൾ ഇൽമനൈറ്റ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, റൂട്ടൈല് ടൈറ്റാനിയം ഉൽപ്പാദിപ്പിക്കുന്നു, മോണസൈറ്റ് തോറിയം യുറേനിയം, അതുപോലെ തന്നെ സിർക്കോൺ സെറാമിക് വ്യവസായം. കുണ്ടറയിലൊക്കെ സെറാമിക് വ്യവസായമുണ്ട്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന പദവി അടുത്ത് നേടിയത് ഉത്തർപ്രദേശാണ്. സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് ഉത്തർപ്രദേശ്. ജിയോ ടാഗിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡാറ്റയിൽ ഭൂമിശാസ്ത്രപരമായ ലൊക്കേഷൻ വിവരങ്ങൾ ചേർക്കുന്നു. അക്ഷാംശം, രേഖാംശം, ഭൂരേഖകളുടെ ഡിജിറ്റലൈസേഷനിൽ പങ്ക്. ഡ്രോൺ ഉപയോഗിച്ച സർവേകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ അത് പാലക്കാട് കതിരാൻ തുരങ്കമാണ്. പാലക്കാട് കുതിരാൻ തുരങ്കം തൃശ്ശൂർ ജില്ലയിലെ പാലക്കാട് അതിർത്തിയിലാണ് കുതിരാൻ തുരങ്കമുള്ളത്. കേരളത്തിലെ പ്രധാന ഗതാഗത സൗകര്യങ്ങളിൽ കുതിരാൻ തുരങ്കമുണ്ട്. കേരളത്തിലെ ആദ്യ റോഡ് തുരങ്കമാണ്. കൊച്ചി മെട്രോയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ ഓർക്കണം. കേരളത്തിലെ ആദ്യത്തെ മെട്രോ 2017 കൊച്ചി. കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. NH-66 പ്രധാന ദേശീയപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയപാത ഏതാണ്? NH-66. സമീപകാലത്ത് നടന്ന പേരുമാറ്റങ്ങൾ ജോഗ്രഫിയിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൽക്കത്തയിലാണ്. ഫോർട്ട് വില്യം വിജയദുർഗായി മാറി. പ്രധാന പേരുമാറ്റങ്ങൾ ഓർക്കുക. രാജ്പഥ് കർത്തവ്യപഥമായി മാറി. മോഗൽ ഗാർഡൻ അമൃത് ഉദ്യാനായിട്ട് മാറി. മൊട്ടേര സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമായി മാറി. അലഹബാദ് പ്രയാഗ്രാജായി മാറിയിട്ടുണ്ട്. അതിനു മുമ്പ് മാറ്റിയതാണ് വീലർ ദ്വീപ്. ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക്, അണുവായുധ പരീക്ഷണങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന, മറ്റു പരീക്ഷണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വീലർ ദ്വീപ് APJ അബ്ദുൽ കലാം ദ്വീപാണ്. ഫൈസാബാദ് അയോധ്യ കണ്ടോൺമെന്റ് ആണ്. ഭൂപടങ്ങളും റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണം അടുത്തിടെ വിക്ഷേപിച്ചു. ഞാൻ പറഞ്ഞു ഇൻസാറ്റ് 3 DS. ഇതിനോടൊപ്പം ISROയുടെ സമീപകാലത്തെ നേട്ടങ്ങൾ കൂടി നിങ്ങൾ ഓർക്കുക. ചന്ദ്രയാൻ 3 2023 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങി. ആദിത്യ 1 ഒക്കെ L1 2023 തന്നെ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം. ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്തേക്ക്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ അതിൽ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയാണ്, ഓർത്തിരിക്കണം. നിങ്ങൾ കമന്റ് ചെയ്യ്. നാവിക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ നാവിക് സംവിധാനമാണ്. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമാണ്. GPS പോലെ. അമേരിക്കയുടേതാണ് GPS. ഇന്ത്യയുടെ സ്വന്തം സംവിധാനമാണ് നാവിക്. ഭൂപട നിർമ്മാണ ഉപകരണങ്ങളും രേഖകളും ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പാണ്. 10ാം ക്ലാസ്സിലെ പാഠത്തിലാണ് ത്രിമാന ദൃശ്യം കിട്ടാൻ വേണ്ടി ഓവർലോപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ദൃശ്യങ്ങൾ ലഭിക്കാൻ വിദൂര സംവേദനം എന്ന് പറയും ഇതിന്. വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച്, അതേ വിദൂര സംവേദനത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. നമ്മൾ നേരത്തെ ധാരാതലീയ ഭൂപടങ്ങളെ പഠിച്ചു. ഇത് അവിടെ ഒന്ന് കോണ്ടൂർ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന രേഖയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. കോണ്ടൂർ ഒരേ ഉയരം, ഐസോബാർ ഒരേ മർദ്ദം. എങ്ങനെയാണ് നമ്മൾ പറയാ? ബാർ മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. ബാർ എന്ന് പറയുന്നത് മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. ഐസോബാർ ഒരേ മർദ്ദം. ഐസോതേം ഞാൻ നേരത്തെ പറഞ്ഞു. തേം എന്ന് പറഞ്ഞാൽ തെർമോമീറ്റർ, താപം, ഒരേ താപം. ഐസോ ലൈൻ ഒരേ ഉപ്പുരസം. അപ്പോ ഒരേ ഉയരം കോണ്ടൂർ. ഐസോ ബാർ, ബാർ എന്ന് പറഞ്ഞാൽ മർദ്ദമാണ്. എങ്ങനെ ബാർ മർദ്ദമാണ് എന്നറിയാൻ ആരെങ്കിലും കമന്റ് ചെയ്യൂ.
ബാരോമീറ്റർ, മർദ്ദം അളക്കാനുള്ള ഉപകരണം. ബാർ മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. ഐസോബാർ, ഒരേ മർദ്ദം. തെർമോ, ഐസോതേം, ഒരേ താപം. ഐസോലൈൻ, ഒരേ ഉപ്പുരസം. സർവേ ഓഫ് ഇന്ത്യയും റിമോട്ട് സെൻസിങ്ങും. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം, ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് CS മീനാക്ഷിയാണ്. അന്ന് ചോദ്യം വരാൻ കാരണം അതിന് അവാർഡ് കിട്ടിയിരുന്നു. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നേരത്തെ നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് പഠിച്ചു, ത്രിമാന ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഭാഗം. അത് ആകാശത്ത് നിന്ന് ദൂരെ നിന്ന് ഭൂമിയുടെ ചിത്രങ്ങൾ എടുത്ത് കാലാവസ്ഥയെക്കുറിച്ചും ഭൂമിയുടെ മറ്റ് ജോഗ്രഫിക്കലായിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചും പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ വിദൂര സംവേദനം എന്നാണ് പറയുക, ദൂരത്ത് നിന്ന്. ആ വിദൂര സംവേദനത്തിനുള്ളതാണ് നമ്മുടെ റിമോട്ട് സെൻസിംഗ് സെന്റർ. അത് ഹൈദരാബാദിലാണ്. റിമോട്ട് സെൻസിംഗ് സെന്റർ കൃഷി നിരീക്ഷണം, വനവൽക്കരണ പഠനം, ദുരന്ത നിവാരണം, ജലസ്രോതസ്സുകളുടെ പഠനം, നഗരാസൂത്രണം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കും. ജലപാതകൾ കേരള PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ആവർത്തിച്ചു വരുന്നതാണ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അങ്ങനെയുള്ള 4 എണ്ണങ്ങൾ ഉണ്ട്. അതിൽ ദേശീയ ജലപാത 4 10ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിൽ പറയുന്നു. അത് കാക്കിനാട പുതുച്ചേരിയാണ്. ദേശീയപാത 4. കാക്കിനാടയെ നിങ്ങൾ ഓർക്കുമ്പോൾ 4ാമത്തെ ദേശീയപാതയാണെന്ന് നിങ്ങൾ ഓർക്കാൻ ഒരു വഴിയുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ട് അയിത്തോച്ചാടനത്തിനെതിരെയുള്ള പ്രമേയം കൊണ്ടുവന്നത് എവിടെയാണ്? കാക്കിനാടയിലാണ്. ആ കാക്കിനാടയിൽ മാധവനാണ് എന്തു കൊണ്ടുവന്നത്? ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിൽ അയിത്തോച്ചാടന പ്രമേയം കൊണ്ടുവരുന്നത്. അതിനെ തുടർന്നാണ് 2024 ക്ഷേത്ര വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുന്നത്. ഇപ്പൊ വൈക്കം സത്യാഗ്രഹം 1924 അതിലൊരു 4 ഇനി പ്രാചീന കാലഘട്ടത്തിൽ മനുസ്മൃതിക്കനുസരിച്ച് 4 ജാതികളാണ്. ആ 4 ജാതികൾ ഏതൊക്കെയാ? ബ്രാഹ്മണനുണ്ട്, വൈശ്യനുണ്ട്, ക്ഷത്രിയനുണ്ട്, ശൂദ്രനുണ്ട്. 4 ജാതികൾ. ഇപ്പൊ കാക്കിനാടയിൽ അയിത്തോച്ചാടന പ്രമേയം, 24 ഏത്? വൈക്കം സത്യാഗ്രഹം. കാക്കിനാട കിട്ടിയോ? കാക്കിനാട. ഇനി എവിടേക്ക് വരുന്നു? പോണ്ടിച്ചേരിയിലേക്ക്, പുതുച്ചേരിയിലേക്ക്. അപ്പൊ ജലപാത 4 കാക്കിനാട പുതുച്ചേരി. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? അപ്പൊ നോർക്കണം, 3ാമത്തേതാണ്. അത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ദേശീയ ജലപാത 3 കേരളത്തിലുള്ള ജലപാത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. എങ്ങനെയാ 3 ഓർക്കുക? കേരളത്തിന്റെ 3 ഭാഗവുമാണ് നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന ദേശീയപാതകളിൽ മറ്റൊന്നാണ് NW1 ദേശീയപാത 1 അലഹബാദ് മുതൽ ഹാൽദിയ വരെ. അടുത്തത് NW2 എവിടെയാ? ഞാൻ 2 പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും. നിങ്ങൾ പറഞ്ഞിട്ടില്ല. NW2 ഓർത്തു വെക്കണം. 3, 4 ഞാൻ പറഞ്ഞതാണ്. 2 ഒന്ന് ഓർത്തു വെച്ചോളൂ. സോ നമ്മൾ പഠിച്ചത് 43 ചോദ്യങ്ങൾ പ്ലസ് നേരത്തെ 5 ചോദ്യങ്ങളും കൂട്ടിയാൽ 48 ചോദ്യങ്ങൾ. അതിനോടനുബന്ധമായി നിങ്ങൾക്ക് 250ഓളം പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നിട്ടുണ്ട്. 2 ചോദ്യം മിനിമം നിങ്ങൾക്ക് അടുത്ത PSC പരീക്ഷയിൽ കിട്ടും. ഈ ഒറ്റ മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്, ഞാൻ ഗ്യാരണ്ടി ചെയ്യും. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറയും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ. ഹോട്ട് ടോപ്പിക്കുകൾ ബന്ധപ്പെട്ടതാണ്. 2 ചോദ്യം ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു. 1 ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, 2 ചോദ്യവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവർത്തിച്ച ചോദ്യങ്ങളും പാറ്റേണും നോക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി അടുത്ത ക്ലാസ് ഏതാണ്? ഇനി അടുത്ത ക്ലാസ് എക്കണോമിക്സ് ആണ്. ഓക്കെ, 2 ദിവസം. ഇന്ന് ഈ ജോഗ്രഫി ക്ലാസ് കഴിയുന്നു. ഇതിൻ്റെ നോട്ട്, ഇതിനുള്ള പ്രാക്ടീസ് എക്സാം ഒക്കെ നാളെ കിട്ടും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം ചെയ്യാൻ കിട്ടും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ ക്ലാസ് കണ്ട എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.